അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ ദാസിപ്രിയ ഗ്രേസി ആൻറ്റിയാണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് ഏവർക്കും അനുഗ്രഹമായി തീരേണ്ടതിന് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറെ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ പ്രാർത്ഥിക്കാനുള്ള അവസരവുമുണ്ട്. ഓൺലൈനിലൂടെ നിങ്ങൾക്കും അതിൽ സംബന്ധിക്കാവുന്നതാണ്. തുടർന്ന് നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസിപ്രിയ ഗ്രേസി ആൻറ്റി തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചുകൊള്ളും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇങ്ങനെ അരോമ ടി വിയിലൂടെ എനിക്ക് ഈ സമയം അനുവദിച്ചു തന്ന ദൈവത്തിന് ആദ്യമേ മഹത്വപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ സമയം എനിക്ക് വേണ്ടി ഒരുക്കി ഇതിന്റെ സാഹചര്യങ്ങളെല്ലാം ഒരുക്കി തന്ന ഡാനിയൽ ജോൺ പാസ്റ്ററോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. എന്ന് എനിക്ക് ഒരല്പസമയം കർത്താവിന്റെ സാക്ഷിയായി ഈ അരോമ ടി വിയുടെ സ്ലോട്ടറിലൂടെ അനേകരോട് കർത്താവിന്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെ ഓർത്ത് ദൈവത്തോട് ദൈവസന്നിധിയെ പ്രസ്താവിക്കുവാൻ ദൈവം എനിക്ക് ഒരു നല്ല സാവകാശം ഒരുക്കി തന്നതിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ആദ്യമായിട്ട് ഞാന് ഒരു യാക്കോബായ എൻ്റെ ജീവിത പശ്ചാത്തലം, ഞാൻ ജനിച്ചത് ഒരു യാക്കോബായ പശ്ചാത്തലത്തിലാണ്. അവിടെ അങ്ങനെ എൻ്റെ ബാല്യകാലം ഒരു ദരിദ്ര കുടുംബത്തില് ആണ് ഞാൻ ജനിച്ചത്. അതിനുശേഷം അങ്ങനെ എൻ്റെ പിതാവ് കൂലിപ്പണി എടുത്താണ് ഞങ്ങളെയൊക്കെ പോറ്റിയത്. ഞങ്ങള് 5 പെൺമക്കളാണ്. അങ്ങനെ ഞങ്ങള് ജീവിച്ചു വന്നു. അതിനുശേഷം ഞങ്ങളെയൊക്കെ വിവാഹം ചെയ്ത് അയച്ചു. ഒരു അനിയത്തി എൻ്റെ കൂടെ ഉണ്ട്. അവള് അബ്നോർമലാണ്. അവള് ഭിന്നശേഷിയാണ്. MR 60%. അവള് എൻ്റെ കൂടെ ഉണ്ട്. പിന്നെ എൻ്റെ മാതാവും ഞങ്ങൾ 5 പെൺമക്കളും ഉള്ള കുടുംബമാണ് ഞങ്ങളുടെ. അതിനുശേഷം പിതാവ് 1993 ഡിസംബർ 7-ാം തീയതി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അതിന് ശേഷമാണ് എൻ്റെ 2 സഹോദരിമാരുടെ വിവാഹം കഴിച്ചയച്ചത്. അങ്ങനെ എൻ്റെ വിവാഹം 1990 നടന്നു. അങ്ങനെ ഞങ്ങള് മുമ്പോട്ട് പോവുകയായിരുന്നു. ആ സമയത്തൊന്നും ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാൻ കുടുംബജീവിതത്തിലേക്ക് കടന്നു വന്ന് ആ നിമിഷം മുതൽ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഈ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചതെങ്കിൽ പോലും വളരെ പ്രയാസഘട്ടങ്ങളിലൂടെ എനിക്ക് ഞാൻ കടന്നുപോയി. ഏകദേശം ഒരു കൂട്ടുകുടുംബത്തിലേക്കാണ്, അതായത് ചേട്ടനും കുടുംബവും 2 സഹോദരിമാര്, 3 സഹോദരിമാരെ വിവാഹം ചെയ്യാത്തവര്, അമ്മയില്ല. അങ്ങനെ ഒരു കുടുംബത്തിലേക്കാണ് ഞാൻ കടന്നു ചെന്നത്. പക്ഷെ എനിക്ക് അതിലൊന്നും ഒരു പ്രയാസവും തോന്നിയില്ല. പക്ഷെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങൾ കടന്നു വരാനിടയായി. ഒത്തിരി പ്രയാസങ്ങൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി വേദനകൾ കടന്നു വന്നു. ഈ കൂട്ടുകുടുംബമായതുകൊണ്ട് തന്നെ പലരുടെയും പരിഹാസങ്ങളും നിന്ദകളും ഒക്കെ എനിക്ക് ഏൽക്കേണ്ടി വന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ മാനസികമായിട്ട് ഒത്തിരി തകർന്നു പോയി. ഒത്തിരി തകർന്ന് വല്ലാത്ത ഒരു അവസ്ഥയിലായി. എനിക്ക് ആഹാരം കഴിക്കുവാനോ പ്രാർത്ഥിക്കാനോ ഒന്നും കഴിയാത്ത ഒരു പശ്ചാത്തലത്തിലൂടെ ഞാൻ അങ്ങനെ ഒരു 32 വയസ്സ് വരെ ഞാൻ അങ്ങനെ ആ കുടുംബത്തിൽ ജീവിക്കാനിടയായി. ഇന്നിപ്പോ ഞാൻ എൻ്റെ എൻ്റെ പിതൃഭവനത്തിലാണ് ആയിരിക്കുന്നത്. ഞങ്ങൾ 5 സഹോദരിമാരായതുകൊണ്ട് തന്നെ അമ്മച്ചിക്ക് ഏറെ പ്രായം ഉള്ളത് കൊണ്ട് അമ്മച്ചിക്ക് ഈ വയ്യാത്ത സഹോദരിയെ നോക്കാനൊന്നും ഒക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞാൻ കുറെ നാളുകൾക്ക് മുന്നേ ഞാൻ ഇവിടെ കടന്നു വന്നു. 25 വർഷമായിട്ട് അങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ ഇരുന്നപ്പോ ഒരു ദിവസം എൻ്റെ അവിടെ വെച്ച് എന്നെ കെട്ടിച്ചിരിക്കുന്നത് വേങ്ങൂർ എന്ന് പറയുന്ന ഒരു ദേശത്തേക്കാണ് എന്നെ അയച്ചത്, വിവാഹം ചെയ്ത്. അവിടെ ഞാൻ ആയിരുന്നപ്പോൾ ഒത്തിരി പ്രയാസ ഘട്ടങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു എന്ന് പറഞ്ഞല്ലോ. അതുപോലെ
എനിക്ക് ഈ യാക്കോബായ സമുദായത്തിലാണെങ്കിൽ പോലും എനിക്കൊരു പ്രാർത്ഥനയ്ക്ക് പോകാനോ അല്ലെങ്കിൽ വീട്ടില് ഒരു പ്രാർത്ഥനയോ അങ്ങനെ പ്രാർത്ഥന വയ്ക്കുകയോ കൂട്ടായ്മയോ അങ്ങനെയൊന്നും സംബന്ധിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ എൻ്റെ പ്രയാസങ്ങൾ മുഴുവനും ഞാൻ രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ ഞാൻ കട്ടിലിൽ ഇരുന്നിട്ട് ദൈവത്തോട് ഇങ്ങനെ പറയും. അങ്ങനെ എന്തുകൊണ്ടാ കർത്താവേ, ഞാൻ എപ്പോഴും ദൈവത്തോട് ചോദിക്കുന്ന ഒരു കാര്യമായിരുന്നു, എന്തുകൊണ്ടാ കർത്താവേ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രയാസം കടന്നു വരാൻ കാരണം? കർത്താവ് ഉണ്ടെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു? ഇത് ദൈവം അറിയാതെയാണോ എൻ്റെ ജീവിതത്തിൽ ഇത്രയും ഭാരങ്ങൾ കടന്നു വന്നു? അങ്ങനെ 2 കുഞ്ഞുങ്ങൾ ജനിച്ചു. അതിനുശേഷം എനിക്ക് ഒരു ദിവസം പോലും മുമ്പോട്ട് പോകുവാൻ കഴിയാത്ത ഒരു അവസ്ഥയിലൂടെ ഞാൻ കടന്നുപോയി. എൻ്റെ ഭർത്താവിന് തികഞ്ഞ മദ്യപാനവും അതുപോലെ വല്ലാതെ എന്നെ ഒത്തിരി ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ജീവിതത്തെക്കുറിച്ച് ഒരു മുമ്പോട്ട് ഇനി പോകണ്ട എന്ന് തന്നെ ഞാൻ തീരുമാനമെടുത്ത് 1995 ജൂലൈ 3-ാം തീയതി ഞാൻ വിചാരിച്ചു, ഇനി ഈ ജീവിതത്തിൽ ഇനി മുമ്പോട്ട് പോകണ്ട എന്ന് വിചാരിച്ച് ഞാൻ ആത്മഹത്യ ചെയ്യാന്ന് വിചാരിച്ച് അത് അങ്ങനെ ഞാൻ തീരുമാനമെടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ 2 മക്കളെയും കൊണ്ട് അവരെ റെയിൽവേ സ്റ്റേഷനിൽ ഇരുത്തിയിട്ട് എനിക്ക് ട്രെയിൻ വരുമ്പോൾ ഇവരെ മാറ്റി ഇരുത്തിയിട്ട്, ഇവരെ കാങ്ങയല്ല, ഇവരെ തകർക്കുവാൻ എനിക്ക് കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഓർത്തു, ആരെങ്കിലും പോലീസുകാരോ ആരെങ്കിലും വന്ന് മക്കളില്ലാത്ത ആർക്കെങ്കിലും ഇവരെ കൊടുക്കും എന്ന് കണ്ടിട്ട് ഞാൻ അങ്ങനെ തീരുമാനിച്ചാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നത്. അവിടെ നിന്ന് അപ്പനോട് ഞാൻ യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോന്നു. അതിനുശേഷം ഞാൻ എൻ്റെ സ്വന്തം ഭവനത്തിൽ വന്ന് എല്ലാവരെയും ഒന്ന് കണ്ടിട്ട് കണ്ടിട്ട് യാത്ര പറഞ്ഞിട്ട് പോകണമെന്നൊക്കെ വിചാരിച്ച് പിറ്റേ ദിവസം പോകാമെന്ന് വിചാരിച്ചാണ് ഞാൻ എൻ്റെ ഈ സ്വന്തം പിതൃഭവനത്തിലേക്ക് കടന്നു വന്നത്. അതിനുശേഷം ഈ പിതൃഭവനത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവിടെ എൻ്റെ സഹോദരിമാരെല്ലാവരും ഉണ്ട്. അവര് വളരെ സന്തോഷമായിട്ട്, എന്നാൽ എല്ലാവരും ഞാൻ വരുമെന്ന് അവർക്ക് പ്രതീക്ഷയില്ലായിരുന്നു, എന്നാലും ഞാനും ഒരുമിച്ച് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് വളരെ വളരെ സന്തോഷമായിട്ടിരുന്നപ്പോൾ എനിക്ക് ഇവരുടെ സന്തോഷത്തിലൊന്നും പങ്കുകൊള്ളാൻ പറ്റുന്നില്ല. ഞാൻ വിചാരിച്ചു, നാളെ എങ്ങനെ എനിക്ക് മരിക്കാൻ പറ്റും? ഇത് തന്നെയായിരുന്നു എൻ്റെ മനസ്സിലെ ചിന്ത. അപ്പോൾ പിശാച് എന്നോട് ഇങ്ങനെ പറയുവാണ്, നീ രാവിലെ ഇറങ്ങണം, രാവിലെ ഇറങ്ങിയിട്ട് 11 മണിക്ക് ഒരു ട്രെയിൻ വരും. എനിക്ക് ട്രെയിനിന്റെ സമയമൊന്നും അറിയില്ല, ആലുവ റെയിൽവേ സ്റ്റേഷൻ മാത്രമേ എനിക്ക് പരിചയമുള്ളൂ. അപ്പൊ ഇങ്ങനെ 11 മണിക്ക് ഒരു ട്രെയിൻ വരും, അപ്പൊ അപ്പോഴത്തേന് നീ അവിടെ എത്തണം. ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് എന്നെ ഇങ്ങനെ പിശാച് പുറകെ നടക്കുക. പക്ഷെ എനിക്കിത് പിശാചാണെന്നൊന്നും അറിയില്ല. ഞാൻ വിചാരിച്ചു, എന്തോ ആരോ എന്നോട് ഇങ്ങനെ പറയുന്നത് പോലെ മാത്രമേ എനിക്ക് അറിയുള്ളൂ. അങ്ങനെ ഞാൻ കടന്നു വന്നപ്പോ ഞാന് ദൈവത്തോട് ഞാൻ പറഞ്ഞു, കർത്താവേ എനിക്കിനി ജീവിക്കണ്ട, എനിക്ക് മതിയായി, എനിക്ക് വയ്യ കർത്താവേ, ഒരു ദിവസം പോലും മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ഒരു പോകാനായിട്ട് വന്നപ്പോ അന്ന് എൻ്റെ ചേച്ചി രക്ഷിക്കപ്പെട്ട ആളാണ്. അവര് PR ബേബി, ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന PR ബേബി ഫാസ്റ്ററുടെ ചർച്ചിലാണ് കൂട്ടായ്മ കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവര് രക്ഷിക്കപ്പെട്ടിട്ട് അധികം ആയില്ല. അങ്ങനെ വന്നപ്പോ എന്നോട് പറഞ്ഞു, നിനക്ക് എന്താ ഇന്നൊരു ഭാരം പോലെ, നിന്റെ മനസ്സിൽ എന്തോ ഒരു വല്ലാത്ത ചിന്തയുണ്ടല്ലോ, നീ എന്താ ഇങ്ങനെ ആരോടും മിണ്ടാതെ മാറിയിരിക്കുന്നെ? അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് എനിക്ക് 2 മക്കളെ അന്നുള്ളൂ. എന്നിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല, അത് പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ മാറി മാറി ഇവർക്ക് മുഖം കൊടുക്കാതെ മാറി മാറി ഇരിക്കുവായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോ ചേച്ചി എന്നോട് പറഞ്ഞു, നീ എൻ്റെ കൂടെ നാളെ പ്രാർത്ഥനയ്ക്ക് വാ, ആരാധനയ്ക്ക് വാ. അപ്പൊ അതൊരു ശനിയാഴ്ചയായിരുന്നു. എന്നോട് പറഞ്ഞു, ഞായറാഴ്ച ആരാധനയ്ക്ക് നാളെ നമുക്ക് പോകാം, ഒരുമിച്ച് പോകാം, ഞാനും വരാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല ഞാൻ വരുന്നില്ല, എനിക്ക് തിരിച്ചു പോണം, അങ്ങോട്ട് തന്നെ ബേങ്ങൂർക്ക് തന്നെ തിരിച്ചു പോകണം, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ചേച്ചി പറഞ്ഞു, ഇല്ല, ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടു, നീ ഒരു വാഹനത്തിന്റെ മുമ്പില് ചാടി വീണിട്ട് നിന്റെ ശരീരം ചിതറി പോകുന്നത് ഞാൻ കണ്ടു. ഒരു വാഹനം, അത് എന്ത് വാഹനാന്ന് എനിക്ക് മനസ്സിലായില്ല. നീ എന്തോ നിനക്കൊരു അപകടം സംഭവിക്കാൻ പോവുക, നീ ഇങ്ങനെ പോയാൽ പറ്റില്ല, നീ എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല ഞാൻ വരുന്നില്ല, പൊക്കോ, നിങ്ങൾ പൊക്കോ, ആരാധനയ്ക്ക് പൊക്കോ എന്ന് പറഞ്ഞു. അപ്പൊ ചേട്ടനും ചേച്ചിയും കൊച്ചും ഉണ്ടായിരുന്നു. അവര് പറഞ്ഞു, ഇല്ല. അപ്പൊ ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ പൊക്കോ, എന്നിട്ട് ഞാനും ഇവളും കൂടെ നാളെ രാവിലെ വന്നേക്കാം, പിള്ളേരെയും കൂട്ടി വരാം, ഇവൾക്ക് തന്നെയായ ഇവള് വരില്ല എന്ന് പറഞ്ഞു.
അപ്പൊ ഞാൻ പിന്നെ മനസ്സോടെ രാവിലെ എഴുന്നേറ്റ് വഴി 8:30 ആയപ്പോഴത്തേനും ഞങ്ങൾ ഒരുങ്ങി ആലുവ വരെ എത്തണമല്ലോ. ഞങ്ങള് ഒരുങ്ങി ഫെയ്സിറ്റി ചർച്ചിലേക്ക് പോകാനിടയായി. അപ്പോഴും അങ്ങോട്ട് പോകുമ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ അന്നാണ് ആദ്യമായിട്ട് ഒരു പെന്തക്കോസ്ത് ആരാധനയിലേക്ക് കടന്നു ചെല്ലുന്നത്. ആദ്യമായിട്ടാണ്. അവിടുത്തെ ആരാധന എങ്ങനെയാണെന്നോ വചന ശുശ്രൂഷ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ യാക്കോബായ സഭയിൽ മാത്രമേ പോയിട്ടുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോ എനിക്ക് ഞാൻ അങ്ങനെ അവിടെ ചെന്ന് ഒരു സൈഡിൽ മാറിയിരുന്നു. കുഞ്ഞുങ്ങളെ കൊണ്ട് സൈഡ് മാറിയിരുന്നു. അന്ന് അവിടെ യൗസേപ്പിന്റെ ദൂതാണ് ദൈവദാസൻ വചനവുമായിട്ട് എടുത്തത്. അന്ന് എനിക്ക് ദൈവദാസന് എന്നെ പരിചയമില്ല. പക്ഷെ ചേച്ചിയും ചേട്ടനും ഒക്കെ ആ കൂട്ടായ്മയിലാണ് കൂടുന്നത്. ദൈവദാസൻ ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഉണ്ട്. എന്നാലും എനിക്ക് നേരിട്ട് പരിചയമൊന്നുമില്ല. അങ്ങനെ ഈ വചന ശുശ്രൂഷയൊക്കെ കഴിഞ്ഞപ്പോ ഞാനിങ്ങനെ ദൈവദാസൻ പുൾപിറ്റിൽ നിന്ന് ഇറങ്ങി വന്നപ്പോ ഞാനിങ്ങനെ നീങ്ങി ചെന്നിട്ട് അപ്പൊ എല്ലാവരും കഞ്ഞി കുടിക്കുന്ന തിരക്കിലൊക്കെ ആയിരുന്നു. ചേച്ചിയും ചേട്ടനും ഒക്കെ അങ്ങോട്ട് പോയി. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, ഇപ്പൊ ദേവദാസിനോട് പറഞ്ഞു, ദേവദാസൻ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചു. അപ്പൊ ദേവദാസൻ എന്നോട് ചോദിച്ചു, പേരെന്നാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഗ്രേസീന എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എവിടുന്നാ വരുന്നേന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു വേങ്ങൂര് പെരുമ്പാവൂര് കഴിഞ്ഞിട്ടാന്ന് പറഞ്ഞു. അപ്പൊ ദേവദാസൻ പറഞ്ഞു ആ സ്ഥലമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞു. ഉടനെ പ്രാർത്ഥിച്ചപ്പോ അന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ പറഞ്ഞിരുന്ന അന്ന് വരെ സംഭവിച്ച സകല കാര്യങ്ങളും ആ ദേവദാസൻ പറയാനിടയായി. അപ്പൊ ഞാനിങ്ങനെയോ എന്നിട്ട് ഇതെല്ലാം അന്ന് വരെ ഞാൻ ഇങ്ങനെ കരഞ്ഞതും ദൈവസന്നിധിയിൽ തീരുമാനിച്ചതും എല്ലാം ദേവദാസൻ പറഞ്ഞു, ഇന്ന് ഇവിടെ നീ കടന്നു വന്ന സമയം നീ മരണത്തിന് വേണ്ടി കുറിച്ചു വെച്ച സമയമായിരുന്നു എന്ന് പറഞ്ഞു. അന്ന് ദൈവത്തിന്റെ ആത്മാവാണ് ഈ ആലയത്തിലേക്ക് നിന്നെ കൂട്ടിക്കൊണ്ട് വന്നത്. അത് ശരിയല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ എന്ന് പറഞ്ഞു. ഞാൻ അപ്പൊ കുറെ കരഞ്ഞു. അത് കഴിഞ്ഞിട്ട് ദൈവദാസനോട് ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ദൈവദാസൻ ഈ പറഞ്ഞ എന്നിട്ട് ലാസ്റ്റ് ഈ ദൈവദാസൻ ഒരു വാചകം പറഞ്ഞു, ഇന്ന് മുതൽ നീ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി മുട്ടുമേലിരുന്ന് കരയുന്നുവെങ്കിൽ നിന്റെ ഈ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തി ഫലപ്രദമായ മുന്തിരിവള്ളിയിൽ നിന്ന് നിനക്ക് ഒരു തളിരിടുന്ന അനുഭവം ദൈവം തരുമെന്ന് പറഞ്ഞു. ഇതെല്ലാം നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് ദൈവത്തിന്റെ അറിവോടെയാണ് എന്ന ആലോചന അറിയിക്കുക എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഇതെന്റെ ബൈബിളിൽ എഴുതി വെച്ചു. ഫ്രണ്ട് പേജില് ഈ ദൈവദാസൻ എന്നോട് പറഞ്ഞ ആലോചന ഞാൻ എഴുതി വെച്ചു. ആ ജൂലൈ 3, 1995 ജൂലൈ 3 അങ്ങനെ ആ ഡേറ്റ് സഹിതം എഴുതി വെച്ചിട്ട് ഞാൻ കണ്ണുനീരോടെ അതിന്മേൽ കൈവച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോ ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ പിന്നെയും പ്രശ്നങ്ങൾ അങ്ങ് കൂടി വന്നിട്ട് എനിക്ക് ഒരു വീട്ടുകാരും ആ വീട്ടിലുള്ള എല്ലാവരും എനിക്കെതിരായി. അതായത് ഭർത്താവും സഹോദരങ്ങളും എല്ലാവരും എനിക്കെതിരായി. എൻ്റെ ചേട്ടന്റെ ഭാര്യയൊക്കെ എനിക്ക് എന്നെ ഒത്തിരി ഉപദ്രവിക്കുകയോ എന്ന് വെച്ചാൽ വേദനിപ്പിക്കുകയോ ഒക്കെ ചെയ്തെങ്കിലും ഞാൻ ഇതൊന്നും കാര്യമാക്കാതെ ആരോടും ഒന്നും പറയാതെ രാത്രി മുഴുവൻ ഇരുന്ന് കരയും. അങ്ങനെ ഇരിക്കുമ്പോ എൻ്റെ ഭർത്താവ് എനിക്ക് ഒത്തിരി പ്രതികൂലമായിട്ട് വന്നു. അങ്ങനെ ഇരുന്നപ്പോ എനിക്ക് 96 എനിക്ക് ഇളയ കുഞ്ഞ് ജനിച്ചു. അപ്പൊ അതും ഒരു പെൺകുഞ്ഞാന്ന് അറിഞ്ഞത്. അപ്പൊ അവളെ പ്രഗ്നന്റ് ആയ സമയം മുതല് അതിനെ നശിപ്പിക്കണമെന്ന് ഭർത്താവിന് ഭയങ്കര നിർബന്ധം. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, എനിക്കിത് ദൈവം തന്നതാ. അതുകൊണ്ട് ദൈവം പറഞ്ഞതനുസരിച്ച് ദൈവം എനിക്ക് തന്ന കുഞ്ഞാ. അതുകൊണ്ട് ഞാൻ അതിനെ കളയുകയില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒത്തിരി വാശി പിടിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, നീ ഇങ്ങനെ 3 മക്കളെയും കൊണ്ട് പോകുന്നത് എനിക്ക് നാണക്കേടാണ്. അതുകൊണ്ട് നീ ഒന്നുകിൽ ഇവിടുന്ന് പോകണം, അല്ലെങ്കിൽ നീ മരിക്കണം, അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലുമെന്നായി പിന്നെ. അപ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസമായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അവിടെ സ്കൂളില് ഗവൺമെന്റ് UP സ്കൂളില് മനോജ് ചോപ്ര അതുപോലെ ഉണ്ണിമേരിയും ഒക്കെ സാക്ഷ്യം പറയാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളുടെ വല്യപ്പന്റെ വീട്ടിലെ ചേച്ചിമാർ എന്നോട് പറഞ്ഞു, നീയും കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ ഞാനും വരാന്ന് പറഞ്ഞ് ഞങ്ങള് ആ പ്രാർത്ഥനയ്ക്ക് കടന്നു ചെന്നു. അവിടെ വെച്ച് ഈ ദേവദാസൻ അവിടെ വന്ന ഒരു ദേവദാസൻ ഇങ്ങനെ ചോദിച്ചു, നിങ്ങളുടെ തലമുറ ആർക്ക് വേണ്ടി ഏത് തലമുറയെ നിങ്ങൾ ഇന്ന് കൊടുക്കും? ഭാരതത്തിലെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൊടുക്കും? അത് നിങ്ങൾക്ക് ദൈവം തന്ന കുഞ്ഞുങ്ങളാണെങ്കിലും അതല്ല നിങ്ങളുടെ ഉദരത്തിൽ വളരുന്നതാണെങ്കിലും അമ്മമാര് ആര് തീരുമാനം എടുക്കുമെന്ന് ചോദിച്ചപ്പോ ഞാൻ
അന്ന് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എൻ്റെ ഈ ഉദരത്തിൽ വളരുന്നു. അന്ന് 4 മാസം പ്രായമേ ഉള്ളൂ ഇളയ കുഞ്ഞു ഉദരത്തിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ, എൻ്റെ ഉദരത്തിൽ തന്ന ആ, പൈതലിനെ ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കും. ഭാരതത്തിലെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഞാൻ തരുമെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ കൈവച്ച് പ്രാർത്ഥിച്ചു. കർത്താവേ, ഇതിനെ തകർത്ത് കളയുവാൻ പിശാചിനെ അനുവദിക്കരുതെന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് ഒത്തിരി ഞാൻ കരഞ്ഞു. ഭവനത്തിൽ തിരിച്ചു വന്നപ്പോ ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാക്കിയെങ്കിലും ഞാൻ അതൊന്നും കാര്യമാക്കിയില്ല. പിന്നീട് എനിക്ക് പിന്നെ ശരിക്കും പറഞ്ഞാ എൻ്റെ ഈ കുഞ്ഞിനെ ദൈവത്തിന് വേണ്ടി കൊടുക്കണം. അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഓർക്കും, അവളും അതുപോലെ, ഈ കുഞ്ഞ് ആണായാലും പെണ്ണായാലും ഇവര് ഭാരതത്തിലെ വേലയ്ക്ക് വേണ്ടി ദൈവം അവരെ അനുഗ്രഹിക്കും. ഇങ്ങനെ തന്നെ എൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ടായിരുന്നു എപ്പോഴും. അങ്ങനെ ഞാന് ഈ പ്രസവിച്ചപ്പോ ഇത് പെൺകുഞ്ഞാന്ന് അറിഞ്ഞപ്പോ പിന്നീടും എനിക്ക് ഒത്തിരി പ്രയാസങ്ങൾ ഏൽക്കേണ്ടി വന്നു. ഒത്തിരി ഒത്തിരി വേദനകൾ ഏൽക്കേണ്ടി വന്നു. പക്ഷെ ഞാൻ തകർന്നു പോയില്ല. എനിക്ക് ഒറ്റ ഒരു ആഗ്രഹമേ ഉള്ളൂ, ഈ കർത്താവിന്റെ കൽപ്പന അനുസരിക്കണം. അങ്ങനെ വന്നപ്പോ എനിക്കറിയാം, എൻ്റെ പിതൃഭവനത്തിൽ ആരും, ഈ ചേച്ചി ഒഴിച്ച് ആരും രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നിട്ടില്ല. ഞാൻ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അമ്മച്ചി എന്നോട് പറഞ്ഞു, നീ അങ്ങനെയൊക്കെ തീരുമാനം എടുക്കുന്നത് തെറ്റാണ്. അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നീട് എല്ലാവരും നിനക്ക് എതിരാവും. നിന്നെ ആര് സഹായിക്കാനാന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, എനിക്ക് ആരും ഭൂമിയിൽ ആരും ഇല്ലെങ്കിലും ഞാൻ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കും. ഇതെന്റെ തീരുമാനമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2000 ആണ്ട് ഡിസംബർ മാസം 26-ാം തീയതി ഞാൻ സ്നാനമേൽക്കാൻ തീരുമാനമെടുത്തു. പക്ഷെ ഞാൻ അന്ന് നിൽക്കുന്നത് എൻ്റെ അമ്മച്ചിയുടെ വീട്ടിലാണ്. ഇപ്പൊ ഞാൻ ആയിരിക്കുന്നതും അമ്മച്ചിയുടെ വീട്ടിലാണ്. അങ്ങനെ ഞാൻ ഇവിടെ ആയിരിക്കുന്ന സമയത്ത് എൻ്റെ ഈ കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ ഞാൻ ഓർത്തു, എങ്ങനെ നാളെ സ്നാനപ്പെടാൻ പോകും. തലേദിവസം ഇവിടെ ക്രിസ്മസിൻ്റെതായ ഭയങ്കര പരിപാടികളൊക്കെ നടക്കുവാണ്. ചാച്ചന് ഒരു മോളുണ്ടായി, എൻ്റെ ബർത്ത്ഡേ ഒക്കെ മാമോദീസയൊക്കെ ഘോഷിക്കുവാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാൻ എങ്ങനെ പോകും? എനിക്ക് എനിക്ക് രാത്രി കിടന്നിട്ട് ഉറക്കം വന്നില്ല. അപ്പൊ എനിക്ക് ഞാൻ എല്ലാം എടുത്തു വെച്ചു, ബൈബിളും മാറേണ്ട ഡ്രസ്സും എല്ലാം എടുത്തു വെച്ചെങ്കിലും എനിക്കൊരു സമാധാനമില്ല. എങ്ങനെ ഞാൻ പോകും? ഇവരോട് എന്ത് പറഞ്ഞിട്ട് പോകും? ഇവരെന്നെ വഴക്ക് പറയുമല്ലോ എന്നൊക്കെ ഓർത്ത് ഞാൻ ഒത്തിരി ഭാരപ്പെട്ടു. പക്ഷെ അന്ന് അപ്പൊ ചേച്ചി എന്നോട് പറഞ്ഞു, ഞങ്ങള് രാവിലെ വരാം, ആരോടും പറയണ്ട. ഞങ്ങള് രാവിലെ വന്നിട്ട് അവിടെ വന്നിട്ട് ചാച്ചന്റെ വീട്ടിൽ നിന്ന് നിന്നെ കൂട്ടിക്കൊണ്ട് പോകാന്ന് പറഞ്ഞു. കോതമംഗലത്ത് ചർച്ചക്കോടിലാണ് ഞാൻ സ്നാനപ്പെടാനായിട്ട് തീരുമാനം എടുത്തിരിക്കുന്നത്. അപ്പോ അവിടെ അവിടെ വെച്ചാണ് ഞാൻ പ്രാർത്ഥനയ്ക്കൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അതും വലിയ പ്രതികൂലങ്ങളിലൂടെയായി പ്രാർത്ഥനയ്ക്കൊക്കെ പോയിക്കൊണ്ടിരുന്നത്. കാരണം പറഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അടിക്കടി രോഗം വരുമ്പോ ഞാൻ അവർക്ക് മരുന്ന് കൊടുക്കൂല, ഞാൻ പ്രാർത്ഥിക്കും. അപ്പോ അവിടെ അടുത്ത് എന്നെ കെട്ടിച്ചിരിക്കുന്ന വീടിന്റെ തൊട്ടടുത്ത് ഒരു ഹെൽത്ത് സെന്റർ ഉണ്ട്. അവിടെ അവിടെ നിന്ന് മരുന്ന് മേടിച്ച് കൊടുത്താൽ മതി എന്ന് എൻ്റെ ഭർത്താവ് എപ്പോഴും പറയും. അപ്പൊ ഞാൻ ഈ മരുന്ന് മേടിച്ച്, ഡോക്ടറെ കുറിച്ച് തന്നെ മരുന്ന് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഞാൻ ആ മരുന്ന് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാതെ, അവർക്ക് പനിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ആ മരുന്ന് കൊടുക്കാതെ ആ മരുന്ന് കൃത്യ അളവിൽ എടുത്തിട്ട് ഞാൻ അത് കമത്തിക്കളയും. എന്നിട്ട് ഞാൻ 2-3 ദിവസമാകുമ്പോൾ ഞാൻ പറയും, പനി കുറയണില്ല, അല്ലെങ്കിൽ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ, ശ്വാസമുട്ടൊക്കെ കൂടുതലാകുക, അതുകൊണ്ട് കോതമംഗലത്ത് ഡോക്ടറെ കാണാൻ പോണോന്ന് പറയും. അത് ഞാൻ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, കോതമംഗലത്ത് ചർച്ചിലാണ് ഞാൻ പോകുന്നത് പ്രാർത്ഥനയ്ക്ക്. എനിക്ക് അപ്പോ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് കുറുപ്പമ്പടിക്ക് വരുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് പറഞ്ഞ് ചീട്ടെടുത്ത് വെക്കും. ചീട്ടെടുത്ത് വെച്ചിട്ട് ഞാൻ നേരെ പ്രാർത്ഥനയ്ക്ക് പോകും. പ്രാർത്ഥനയ്ക്ക് പോയിട്ട് അവിടുന്ന് ചർച്ചിൽ നിന്ന് എന്നെ ദേവദാസൻ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിലാക്കും, എന്നെയും കുഞ്ഞുങ്ങളെ. എന്നിട്ട് ഞാൻ അവിടുന്ന് മരുന്ന് മേടിച്ച് ലാസ്റ്റ് ചീട്ടായിരിക്കും മിക്കവാറും എനിക്ക് കിട്ടുന്നത്. അങ്ങനെ ഞാൻ മരുന്ന് മേടിച്ചിട്ട് വീട്ടിൽ വരും. ആരും അറിയാതെയായിരുന്നു ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ അന്നെല്ലാം ഞാൻ ദൈവത്തോട് പറയുമായിരുന്നു, എനിക്ക് ഈ കുഞ്ഞുങ്ങളോട് ചേർന്ന് ദൈവത്തെ ഒരു പായലിരുന്ന് ആരാധിക്കാൻ ദൈവം എനിക്കൊരു അവസരം തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അന്ന് എനിക്ക് അങ്ങനെ ഒരു സാഹചര്യം ദൈവം തരുമെന്നൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ആഗ്രഹം അത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാന് അങ്ങനെ പോയി കുറെ നാളുകൾ അങ്ങനെ ആരാധനയ്ക്കൊക്കെ പോയി. ഞാൻ ആത്മീയമായി ബലപ്പെട്ടു. അവിടുത്തെ ദേവദാസൻ എന്നോട് പറഞ്ഞു, ഇന്ന് ആ ദേവദാസൻ കുവൈറ്റിലാണ്, കെ ശാമുവേൽ ആണ് ദേവദാസന്റെ പേര്.
ആ ദേവാസന എന്നോട് ഒരു ആലോചന പറഞ്ഞു. ഞാൻ ആദ്യമായിട്ടാ ചർച്ചിൽ ചെന്നേന്ന്. എന്നോട് പറഞ്ഞു, നിന്റെ ആത്മീയ ജീവിതം ഇരുമ്പ് ഗേറ്റ് താഴിട്ട് പൂട്ടുന്ന ഒരു അനുഭവമാണ്. നീ ദൈവസന്നിധിയിൽ നേരോടെ നിൽക്കുകയെങ്കിൽ ഈ അനുഭവത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിക്കാൻ ചില മുഖാന്തരങ്ങൾ ദൈവം ഒരുക്കി തരുമെന്ന് പറഞ്ഞു. ഞാൻ അപ്പൊ അതെനിക്ക് എൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു സന്തോഷം തോന്നി. ഞാൻ അങ്ങനെ മുമ്പോട്ട് പോയി. അത് കഴിഞ്ഞ ശേഷം അവിടെ സ്നാനമെടുക്കാൻ ഞാൻ ഈ ചാച്ചന്റെ വീട്ടിൽ നിന്ന് ഡിസംബർ 26 ഞാൻ ഇവിടുന്ന് രാവിലെ എഴുന്നേറ്റ് വെളുപ്പിന് 4 മണിക്ക് എഴുന്നേറ്റ് ജോലിയെല്ലാം തീർത്തിട്ട്, വയസ്സായ ഒരു അമ്മച്ചിയുടെ അമ്മയുണ്ട്, ചാച്ചനൊക്കെ ഇവിടെ ഉണ്ട്, എന്നാലും ഞാനിങ്ങനെ എല്ലാ ജോലിയും തീർക്കാനുള്ളതെല്ലാം തീർത്തു വെച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ സൂസിയുടെ കൂടെ പോവുക, പ്രാർത്ഥനയ്ക്ക് പോവുക എന്ന് പറഞ്ഞ് ഞാൻ പോയി. ജസ്റ്റ് സ്നാനപ്പെടുവാന്നൊന്നും ആരും അറിഞ്ഞില്ല. പക്ഷെ രാത്രി ഞാൻ കിടക്കുന്ന സമയത്ത് ദൈവം എന്നെ ഒരു ദർശനം കാണിച്ചു. ഒരു റോഡ്, ഒരു വിജനമായ ഒരു വഴി, ആരും പരിസരത്തില്ല, പക്ഷെ ശാന്തമായ ഒരു അന്തരീക്ഷം, ഒരു വഴി എന്നെ ഈ റോഡ്. അന്ന് ഈ ദർശനം എന്താണെന്നോ വെളിപ്പാട് എന്താണെന്നോ എനിക്കറിയില്ല. ഞാൻ അങ്ങനെ അപ്പോ ഈ ഒരു മണ്ണ് ഇട്ട ഒരു റോഡ്, നല്ല വീതിയുള്ള ഒരു റോഡ്. ആ റോഡിന്റെ മണ്ണിൽ മാത്രം പുല്ലൊന്നുമില്ല, ഇരുവശവും നല്ല കാട് പിടിച്ചത്. പക്ഷെ എനിക്ക് ശാന്തമായിട്ട് ഞാൻ അതിലൂടെ നടന്നു പോകുക. അപ്പോഴും എന്നിട്ട് ചെന്ന് ഞാൻ ഒരു വെള്ളത്തിന്റെ അരുവത്തേക്കാ ചെല്ലുന്നത്. അത്രയും മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ഇപ്പോഴും എനിക്കറിയില്ല. ഞാനും എൻ്റെ മൂത്ത 2 കുഞ്ഞുങ്ങളെയും കൊണ്ട്, അന്ന് എൻ്റെ മൂത്ത മോക്ക് 5 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ, അവളെയും കൂട്ടിക്കൊണ്ട് ആണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ചേച്ചിയും ചേട്ടനും ഞാനും ഈ കുഞ്ഞുങ്ങളും കൂടെ ഞങ്ങൾ പോകാൻ ഒരുങ്ങിയപ്പോ എൻ്റെ കുഞ്ഞുമ്മയുടെ അമ്മച്ചിയുടെ ഒരു അനിയത്തിയുടെ മക്കള്, അവര് കുവൈറ്റിലാണെന്നും അവര് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. അവരും പറഞ്ഞു, എന്നാ ചേച്ചി പോവുകയാണെങ്കിൽ ഞങ്ങളും ആ കൂടെ പോവുകയെന്ന് പറഞ്ഞു അവരും കൂടെ എൻ്റെ കൂടെ വന്നു. പക്ഷെ ഞാൻ അവരോട് പോകുന്ന വഴി വണ്ടിയെ ഇരുന്നിട്ട് പറഞ്ഞു, ചേട്ടന്റെ കാറിൽ ഇരുന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, ഒരിക്കലും ഞാൻ ഇന്ന് സ്നാനപ്പെടുവാണ്, ഒരിക്കലും ഞാൻ സ്നാനപ്പെടാൻ പോയതാന്ന് കീഴത്ത് ചെല്ലുമ്പോ പറയരുതെന്ന് പറഞ്ഞു. ഞാൻ ഇവിടുന്ന് ഒരു സാരിയൊക്കെ ഉടുത്ത് ഞാൻ സ്നാനത്തിനായിട്ട് പോയി. ആ സാരി കൊണ്ട് തന്നെ ഞാൻ സ്നാനപ്പെട്ടിട്ട് അവിടെ ഞാൻ ആ സാരി കഴുകി പുറത്ത് വിരിച്ചിട്ടിട്ടാണ്. മറ്റേ ഞാൻ തിരിച്ചു വരുമ്പോ ആ സാരി തന്നെ ഉടുത്തില്ലെങ്കിൽ ഇവര് ചോദിക്കില്ലേ, ഉടുത്തോണ്ട് പോയ സാരി എന്തെന്ന് ചോദിക്കൂലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ അതുപോലും രഹസ്യമായിട്ട് ഞാൻ ഒരു സാരി അത് വെയിലത്തിട്ട് ഉണക്കിയിട്ട് പ്രയർ കഴിഞ്ഞ് കർത്തൃമേശയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ആ ഉണങ്ങിയ സാരി എടുത്തു കൊടുത്ത് മറ്റേ സാരി മടക്കി ബാഗിൽ വെച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വൈകുന്നേരം ഏകദേശം ഒരു 4 മണിയോട് കൂടിയാണ് ഞങ്ങൾ ഇവിടെ വന്നത്. അങ്ങനെ ആരും അറിയാതെ ഞാൻ സ്നാനപ്പെട്ടു. അതിനുശേഷം ഞാൻ ചാച്ചനൊക്കെ കുവൈറ്റിലേക്ക് തന്നെ തിരിച്ചു പോയി. അതിനുശേഷം ഞാൻ ഇവിടെ അമ്മയെ നോക്കാൻ നിന്നപ്പോ 1.5 വർഷം നിന്നു. അപ്പൊ ആ സമയത്ത് എനിക്ക് നല്ല സ്വാതന്ത്ര്യമായിരുന്നു ആരാധനയ്ക്ക്, പ്രാർത്ഥന. ഇവിടെ തൊട്ടടുത്ത് ഒരു മലങ്കര ക്രിസ്ത്യൻ ചർച്ച് ഉണ്ടായിരുന്നു. ഞാൻ അപ്പൊ രാവിലെ തന്നെ എല്ലാ പണിയും തീർത്തു വെച്ചിട്ട് അമ്മയ്ക്കുള്ള ആഹാരമൊക്കെ എടുത്തു വെച്ചിട്ട് ഞാൻ അമ്മോട് പറയും, അമ്മ ഞാൻ പ്രാർത്ഥനയ്ക്ക് പോവുക എന്ന് പറഞ്ഞിട്ട് ഞാൻ പോകും. അങ്ങനെ എന്നും പ്രാർത്ഥനയ്ക്ക് പോവുക എന്ന് പറഞ്ഞ അമ്മ വഴക്ക് പറയും. അത് കാരണം ഞാൻ ഇടയ്ക്കൊക്കെ അമ്മോട് പറയും, ഞാൻ ഇന്ന് പ്രാർത്ഥനയ്ക്കല്ല പോണേ, അമ്മച്ചിയുടെ അടുത്ത് പോണേ എന്ന് പറയും. അപ്പൊ ഈ മലങ്കര ക്രിസ്ത്യൻ ചർച്ച് കഴിഞ്ഞൊരു 2 കിലോമീറ്ററും കൂടെ ഉള്ളൂ എൻ്റെ സ്വന്തം വീട്ടിലേക്ക്. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു പോകും. അങ്ങനെ പോയി എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞാൻ ഒരു സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിക്കാൻ ഒരു സമയം ത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അന്ന് ഞങ്ങൾക്കൊരു വീടൊന്നുമില്ല, ഒന്നുമില്ല. അപ്പൊ എൻ്റെ പിതൃഭവനത്തിലും ആണ് ഞാൻ നിൽക്കുന്നത്. അങ്ങനെ ഇരുന്നപ്പോ എല്ലാം അനുകൂലമായി വന്ന് ഞാൻ എൻ്റെ ആത്മീയ ജീവിതം മുമ്പോട്ട് പോയപ്പോ ഈ പിതൃഭവനത്തിൽ അമ്മച്ചി പോലും എനിക്ക് എതിരായി വന്നു. അമ്മച്ചി പോലും എതിരായി വന്നു. ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകുന്ന അമ്മച്ചിക്ക് ഇഷ്ടമല്ല. അതൊക്കെ ശത്രുവിന്റെ പ്രവൃത്തിയായിരുന്നു എന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ ഞാൻ ഇങ്ങനെ അമ്മച്ചി എന്നെ എതിർക്കുമ്പോ ഞാൻ ചോദിക്കും, ഞാൻ വേറെ ഒരു കാര്യത്തിനും പോകുന്നില്ലല്ലോ, ഞാൻ പ്രാർത്ഥനയ്ക്ക് മാത്രമാണല്ലോ പോകുന്നുള്ളൂ എന്ന് ചോദിക്കുമ്പോ അമ്മച്ചി പറയും, ഇങ്ങനെ അത് തൊഴിലില്ലാത്തവരൊക്കെ ഇങ്ങനെ നടക്കുന്നേ എന്നൊക്കെ എന്നോട് പറയും. പക്ഷെ ഞാൻ കിട്ടുന്ന അവസരങ്ങൾ മുഴുവൻ പ്രത്യേകിച്ച് ഈ പനിയേലിലെ കൺവെൻഷനൊക്കെ ഞാൻ ഈ മലങ്കര ക്രിസ്ത്യൻ ചർച്ചിൽ നിന്ന് വണ്ടി വിളിച്ചൊക്കെ പോകുമ്പോൾ ഞാൻ പറയും ഞാനും വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാനും അങ്ങനെ പോകും. അങ്ങനെ ആത്മീയ ജീവിതം മുമ്പോട്ട് പോയി. അങ്ങനെ ഇളയ കുഞ്ഞുണ്ടായി കഴിഞ്ഞ് ഞാൻ അവളെയും കൂട്ടി ആയിരുന്നു. പക്ഷെ അവൾക്ക് 2 വയസ്സായപ്പോ ഏത് വിധത്തിലും എൻ്റെ ഭർത്താവ് തികഞ്ഞ ഒരു മദ്യപാനിയും പുള്ളിക്ക് ഒരു
ആത്മീയ ജീവിതത്തില് യാതൊരു തരത്തിലും മുമ്പോട്ട് വരാത്തക്ക രീതിയിൽ പുള്ളി മദ്യപാനി, എല്ലാ ദുസ്വഭാവങ്ങളും ഉള്ള ഒരു വ്യക്തിയായി തീർന്നു. പിന്നീട് എനിക്ക് എങ്ങനെ ഞാൻ മുമ്പോട്ട് പോകുന്നു, ഒരു ദിവസം പോലും എനിക്ക് അവിടെ കഴിയാൻ പറ്റാത്തൊരവസ്ഥ വന്നു. ഇങ്ങനെ ഇരുന്നപ്പോ ഒരു ദിവസം എന്നോട് എന്റെ ഭർത്താവ് പറഞ്ഞു, ഒന്നുകിൽ നീ ഇവിടം വിട്ടു പോകണം, അതല്ലെങ്കിൽ എനിക്ക് നീ മരിക്കണം, അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നിട്ട് വേറെ കല്യാണം കഴിക്കുന്നു. അതെന്റെ ജീവിതത്തിൽ വല്ലാത്ത വേദനയായി. അങ്ങനെ ഇരുന്നപ്പോ ഞാൻ ഓർത്തു, ഈ കുഞ്ഞുങ്ങള് എന്തായിത്തീരും ഇവരുടെ അവസ്ഥ. എന്നെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ ഈ 3 പെൺകുഞ്ഞുങ്ങൾ അനാഥരായി പോകൂലേ, അവരെ ആരും സഹായിക്കാനോ ഏറ്റെടുക്കാനോ ആരും ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ച് അവരെയും കൊണ്ട് ഞാൻ വിചാരിച്ചു എന്റെ അമ്മച്ചിയുടെ അടുത്തേക്ക് പോരാം എന്ന് വിചാരിച്ച് 1 രൂപയുടെ ഒരു നോട്ടും, ഒരു പഴയ നോട്ട് എന്റെ ബൈബിളിലിരുന്നു. അത് സ്തോത്ര കാഴ്ച ഇടാൻ വേണ്ടി ഞാൻ എടുത്തു വെച്ചിരുന്ന ആ ബൈബിളിലിരുന്ന് ആ 1 രൂപയുടെ നോട്ടും ഒരു 25 പൈസയുടെ തുട്ടും ഈ 3 മക്കളെയും കൊണ്ട് ഞാൻ ഒരു ഓട്ടോറിക്ഷയിൽ കയറി എന്റെ പിതൃഭവനത്തിലേക്ക് വന്നു. ഇന്നേക്ക് 26 വർഷം മുന്നേ. അന്ന് എന്റെ ഇളയ മോക്ക് 2 വയസ്സ് പ്രായമുള്ളൂ. അപ്പൊ എപ്പോഴും എന്റെ ഭർത്താവ് എന്നോട് പറയുമായിരുന്നു, ഇവക്ക് 2 വയസ്സ് തികഞ്ഞാല് നീ പിന്നെ കാണില്ല. കാരണം പറഞ്ഞ മുലകുടി മാറിയ പിന്നെ ഞാൻ നിന്നെ കൊന്നിട്ട് വേറെ വിവാഹം കഴിക്കും എന്നെപ്പോഴും എന്നോട് പറയുക. അതെന്റെ ജീവിതത്തിൽ പിന്നെയും പിന്നെ എനിക്ക് താങ്ങാനാവാത്ത വേദനയായി. അങ്ങനെ ഞാൻ മുമ്പോട്ട് വന്ന് ഇവിടെ വന്നപ്പോ അപ്പച്ചനില്ല, ആങ്ങളമാരില്ല, മൂന്ന് ഈ 2 സഹോദരിമാരെ കല്യാണം കഴിക്കാനുണ്ട്. അപ്പൊ അമ്മച്ചി പറഞ്ഞു, എനിക്ക് ഇത്രയും വലിയൊരു കുടുംബത്തെ പോറ്റാനൊന്നും എനിക്ക് കഴിവില്ല, അതുകൊണ്ട് എന്താ വഴിയെന്ന് വെച്ചാ നീ തിരഞ്ഞെടുക്കെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്തു, ആരുടെയെങ്കിലും വീട്ടുജോലിക്ക് നിന്നാലും എന്റെ മക്കളെ ഒരു അനാഥ മന്ദിരത്തിലാക്കിയിട്ട് എനിക്ക് മുമ്പോട്ട് പോകാം. അപ്പൊ വീട്ടുജോലിക്ക് നിന്നാലും എനിക്ക് പ്രാർത്ഥനയ്ക്ക് അടുത്ത് എവിടെയെങ്കിലും പ്രാർത്ഥന ഉണ്ടെങ്കിൽ അവിടെ ചർച്ചിൽ പോകാലോ. അങ്ങനെ ഓർത്ത് ഞാൻ ഈ കുഞ്ഞുങ്ങളെ ഏതെങ്കിലും ഒരു കോൺവെന്റിലോ കത്തോലിക്ക സഭയിൽ ഒരു കോൺവെന്റിൽ എവിടെയെങ്കിലും ആക്കാം എന്ന് വിചാരിച്ച് ആണ് ഞാൻ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാല് പിന്നീട് ഈ ചാച്ചനൊക്കെ കുവൈറ്റിലേക്ക് പോയി കഴിഞ്ഞിട്ട് ഈ അമ്മയെ നോക്കാൻ ആരെയും കിട്ടാത്തത് കൊണ്ട് എന്നോട് 1.5 വർഷം ഇവിടെ നിൽക്കാൻ പറഞ്ഞ് ഞാൻ അങ്ങനെ അമ്മച്ചിയുടെ വീട്ടിൽ അമ്മയെ നോക്കാൻ വേണ്ടി, അമ്മ വാർദ്ധക്യത്തിലായിരുന്നു, അമ്മ രോഗിയായിരുന്നു, അതുകൊണ്ട് ആ അമ്മയെ നോക്കാൻ വേണ്ടി നിന്നു. ആ അമ്മ നോക്കുമ്പോഴും അമ്മയെ കൂടെയും എന്നോട് ഞാൻ പ്രാർത്ഥിക്കാനൊക്കെ രാത്രി എഴുന്നേറ്റിരിക്കുമ്പോ ഈ അമ്മയെ പോലും എന്നെ വേദനിപ്പിക്കുമായിരുന്നു. വേഗം വന്ന് ലൈറ്റ് ഓഫ് ചെയ്യും, അതല്ലെങ്കിൽ പറയും നീ എന്തിനാ ഈ ലൈറ്റ് ഇട്ടിരിക്കണേ എന്നൊക്കെ പറഞ്ഞ് എന്നോട് ഒത്തിരി വഴക്കിടുമായിരുന്നു. പക്ഷെ ഞാൻ ഇതൊന്നും, അന്നൊക്കെ ഞാൻ ഇരുന്ന് കരഞ്ഞു മാത്രം. ഒരു ദിവസം എനിക്ക് ഈ വീട്ടില് ഞാനായിരിക്കുന്ന വീട്ടിൽ ഒരു അത്ഭുതം ദൈവം ചെയ്തത്, ഞാൻ വാതില് എല്ലാം കുറ്റിയിട്ടിട്ടാണ് ഞാൻ കിടന്നത്. പക്ഷെ ഒരു 2 മണി സമയമായപ്പോ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ദൈവം എന്നോട് പറഞ്ഞു, പ്രാർത്ഥിച്ചിട്ട് കിടന്നു ഒരു 2 മണിയായപ്പോ. അപ്പൊ പെട്ടെന്ന് ദൈവം എന്നോട് പറഞ്ഞു, മുൻവശത്തെ വാതിൽ കുറ്റിയിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്തു നോക്കിയപ്പോ ഞാൻ കുറ്റിയൊക്കെ ഇട്ട് എല്ലാം ചെയ്തിട്ടാണ് പോയി കിടന്നത്. പക്ഷെ എന്തുവാ ഇങ്ങനെ പറയണേ എന്താ, എനിക്കത് പിന്നെയും മനസ്സിലായില്ല. അത് കഴിഞ്ഞിട്ട് ഈ അമ്മ ഇടയ്ക്ക് ഒന്ന് എഴുന്നേറ്റ് വന്ന് ഈ വാതില് തുറന്നായിരുന്നു. പക്ഷെ അമ്മ അത് കുറ്റിയിടാതെ പോയി കിടന്ന. പക്ഷെ അന്ന് ഈ ചാച്ചന്റെ വീടായിരിക്കുന്നതിന്റെ തൊട്ട അയൽവക്കത്ത് 5 വീട്ടിൽ കള്ളം കയറി. എന്റെ ദൈവം എന്നോട് പറഞ്ഞു വാതില് കുറ്റിയിട്ടില്ല എന്ന്. 3-മത്തെ പ്രാവശ്യം ദൈവം എന്നോട് പറഞ്ഞു വാതില് കുറ്റിയിട്ടിട്ടില്ല, ചാരിയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ എനിക്കറിയില്ല, ഈ തൊട്ട് ചേർന്നുള്ള 5 വീട്ടില് കള്ളം കയറി. ചില സാധനങ്ങളൊക്കെ അവരുടെ വാതിലൊക്കെ കുത്തിപ്പൊളിച്ചു. പക്ഷെ എന്റെ ദൈവം ആ ഈ ചാച്ചന്റെ ഭവനത്തെ കാവൽ ചെയ്തു. കാരണം പറഞ്ഞ ഞാനിവിടെ ഉള്ളത് കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവര് പറയും ഞാൻ മനഃപൂർവ്വം വാതില് തുറന്നിട്ടതാ എന്ന് പറയും. അത് ഓർത്തിട്ട് ദൈവം എന്തായാലും ഞാൻ ഉറങ്ങിപ്പോയി, പെട്ടെന്ന് ക്ഷീണം കൊണ്ട് കിടന്നുറങ്ങിപ്പോയെങ്കിലും ഞാൻ എഴുന്നേറ്റ് വന്ന് വെളുപ്പിന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ ഞാൻ വരുമ്പോ വാതില് ശരിക്കും ഒരാളുടെ കൈ കടന്നു പോകുന്ന രീതിയിൽ വിടവിലാണ് വാതിൽ കിടക്കുന്നത്, റോഡ് സൈഡാണ്. അപ്പോൾ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. ദൈവം എത്ര എത്ര കരുതലോടെയാണ് ദൈവം എന്നെ സൂക്ഷിക്കുന്നതെന്ന്. ഞാന് ഇതിലേക്ക് കടന്നു വരാൻ നേരത്ത് ഇരമ്യാവിന്റെ പുസ്തകം ഞാൻ ഈ ഭവനത്തിലേക്ക് കടന്നു വരാൻ നേരത്ത് എനിക്ക് ആരാധനയ്ക്കൊക്കെ പ്രതികൂലമായിരുന്നെന്ന് പറഞ്ഞല്ലോ. അന്ന് ദൈവം എന്നോട് രാത്രി 1 മണിയായപ്പോ ഒരു വചനം ഇടപെട്ടു. ഇരമ്യാവിന്റെ പുസ്തകം 40-ാം അധ്യായം അതിന്റെ 4-ഉം 5-ഉം വാക്യങ്ങള്.
ഞാൻ അതിന് നീ പോകേണ്ടുന്ന നിനക്ക് എന്നോട് കൂടെ ബാബേലിൽ പോരുവാൻ ഇഷ്ടം തോന്നിയ നീ പോരുക. അതല്ല എങ്കിൽ ദേശം മുഴുവനും നിന്റെ ചുറ്റുവട്ടവുമുണ്ട്, അതിലൂടെ പോയിക്കൊള്ളാൻ ഇങ്ങനെ ദൈവം എന്നോട് സംസാരിച്ചു. 1 മണിയായപ്പോ ഞാൻ അന്നാണ് എൻ്റെ മനസ്സിൽ ദൃഢമായിട്ടൊരു ധൈര്യം എനിക്ക് കിട്ടിയത്. ഞാൻ നിന്നെ നോക്കും എന്ന് പറഞ്ഞ് ദൈവം എന്നോട് സംസാരിക്കുന്ന പോലെ തന്നെ എനിക്ക് തോന്നി. ഞാൻ ആ ബൈബിള് വിടർത്തി വെച്ച് തന്നെ ഞാൻ ഒത്തിരി കരഞ്ഞു, ഒത്തിരി നേരം കരഞ്ഞു. പക്ഷെ പിന്നീടുള്ള കാലം മുഴുവനും എനിക്ക് ഭയങ്കര ധൈര്യമായിരുന്നു. എവിടെ പോകാനും പ്രാർത്ഥനയ്ക്ക് പോകാനും ഒന്നും എനിക്ക് അങ്ങനെ ഒരു പ്രയാസവും തോന്നിയിട്ടില്ല. പക്ഷെ അന്നേരമല്ല ഞാൻ ഓർത്തു, ദൈവം എത്ര വിശ്വസ്തനാ, വാക്ക് പറഞ്ഞ് മാറില്ലാത്ത ദൈവമാണല്ലോ. അങ്ങനെ ഞാൻ എൻ്റെ മനസ്സിൽ ഉറച്ച് തീരുമാനിച്ചു, മുമ്പോട്ട് പോയി. അതിനുശേഷം കുഞ്ഞുങ്ങളെ പഠനത്തോടുള്ള ബന്ധത്തിലൊക്കെ ഞാൻ ഒത്തിരി പശുവിനെയും ആടിനെയും ഒക്കെ വളർത്തിയിട്ടാണ് ഇവരെ പഠിപ്പിച്ചത് മുഴുവനും. അപ്പോ ഒത്തിരി പ്രയാസമൊക്കെ ഒത്തിരി ദൈവമക്കളും ഒക്കെ എന്നെ സഹായിച്ചു. എൻ്റെ ചെറുതും വലുതുമായിട്ട് ഒത്തിരി പേരൊക്കെ എന്നെ സഹായിച്ചു. അങ്ങനെ ഞാൻ ഇവരെ പഠിപ്പിച്ചു. 10ാം ക്ലാസ്സിൽ ആയപ്പോ എനിക്ക് 10ാം ക്ലാസ് വരെ ഇവരൊരു മർത്തോമ സ്കൂളില്, എയ്ഡഡ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പോ പക്ഷെ അതിനുശേഷം +2-ന് വേറെ സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയ ഞാൻ ഓർത്തു, ഇവരെ എങ്ങനെ പഠിപ്പിക്കും, എനിക്ക് എൻ്റെ മോളെ പഠിപ്പിക്കാൻ കഴിയില്ലല്ലോ എന്നൊക്കെ ഓർത്ത് ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ചു, കർത്താവേ അവൾക്ക് ഫുൾ A+ കിട്ടിയാല് ഏത് സ്കൂളിലും അവൾക്ക് അഡ്മിഷൻ കിട്ടുമല്ലോ, ഫീസ് കൊടുക്കാതെ പഠിക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ക്രിസ്മസിന്റെ എക്സാം ആയപ്പോൾ അവൾ ഒരു വിഷയത്തിന് തോറ്റുപോയി. എന്നിട്ട് പ്രോഗ്രസ് ഒപ്പിടാൻ ചെന്നപ്പോ ടീച്ചർ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇനി മോഡൽ പരീക്ഷ അല്ലേ വരുന്നത്, എന്തുകൊണ്ടായി ഈ കൊച്ച് ഇങ്ങനെ തോറ്റുപോയെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ അവിടുന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോന്നു. എന്നോട് ഒരു ദൈവദാസി ഒരു ദൂത് പറഞ്ഞായിരുന്നു, നിന്റെ തലമുറയെ ഞാൻ ഒരു സ്കൂളിലോ പേപ്പറിൽ ഫോട്ടോ ഒന്ന് വരത്തക്ക നിലയിൽ മാനിക്കും, ഒന്നാമതായിട്ട് അവൾ അവിടുന്ന് പാസ്സാകുമെന്ന് പറഞ്ഞ് ആ വാക്തത്വം ഞാൻ എഴുതി വെച്ച് അതുമേ കൈവച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ SSLC പരീക്ഷയ്ക്ക് ഇപ്പൊ ഞാൻ കൊച്ചിന് ഭയങ്കര വിഷമായപ്പോ ഞാൻ പറഞ്ഞു, മോള് ഭാരപ്പെടണ്ട മോളെ, ടീച്ചേഴ്സ് നമ്മൾ ദൈവമക്കളാണെങ്കിൽ നമുക്ക് വിരോധമായിട്ട് അവര് മാർഗമൊക്കെ കുറച്ച് പക്ഷഭേദം കാണിച്ചാലും SSLC പരീക്ഷയ്ക്ക് ആർക്കും മോളോട് പക്ഷഭേദം കാണിക്കാൻ പറ്റില്ല. മോൾ എഴുതുന്നതിന് മുഴുവൻ മാർക്കും കർത്താവ് നമുക്ക് തരും. നീ എഴുതേണ്ട ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസറുകൾ ദൈവം നിന്നെ കാണിച്ചു തരും. കാരണം പറഞ്ഞ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ അച്ചടിക്കുന്ന ഓരോ ക്വസ്റ്റ്യനും കർത്താവിന് മുന്നമേ അറിയാം. കർത്താവ് നിന്നെ പഠിപ്പിക്കും, നീ ധൈര്യമായിട്ടിരിക്കുക. അങ്ങനെ പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ചു. എന്നാൽ കൃപയാല് അവള് SSLC എഴുതാൻ നേരത്ത് എഴുതി പാസ്സായത് 10A+-ലാണ് അവള് പാസ്സായത്. അത് ശരിക്കും എൻ്റെ അനിയത്തിയുടെ വീടിന്റെ മുറ്റത്ത് ചെന്ന് ഞങ്ങൾ ഇറങ്ങുമ്പോഴാണ് എനിക്ക് ഇവളുടെ റിസൾട്ട് വരാൻ ഭയങ്കര ആകാംക്ഷയായിരുന്നു. കാരണം പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. എന്നോട് ഒത്തിരി ദൈവദാസന്മാർ പറഞ്ഞു, നിന്റെ കുടുംബത്തിൽ ആർക്കും ലഭിക്കാത്ത ഒരു പദവി നിന്റെ തലമുറയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞു. ആ വാക്തത്വം എല്ലാം ഞാൻ ഇങ്ങനെ ഓർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ ഞാൻ അനിയത്തിയുടെ കുടുംബത്തിന്റെ മുറ്റത്ത് ചെന്ന് ഞങ്ങൾ ഇറങ്ങുമ്പോൾ എൻ്റെ മറ്റുള്ള അനിയത്തിയുണ്ട്, ഒരനിയത്തി, ഇളയ അനിയത്തിമാരൊക്കെ ഉണ്ട്. അവരെല്ലാരും കൂടെ ഞങ്ങൾ അവിടെ ചെന്നപ്പോ അവിടെ വെച്ചാണ് ഇവളുടെ റിസൾട്ട് ഫോണിൽ വരുന്നത്. അപ്പൊ ഇങ്ങനെ ഓരോ വിഷയവും വായിച്ച് വരുമ്പോ A+ എന്നിങ്ങനെ പറയുമ്പോഴെല്ലാം ഞാൻ സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നു. ലാസ്റ്റ് അവളുടെ മാത്സിന് അവൾക്ക് പ്രയാസമായിരുന്നു എന്നൊക്കെ പറഞ്ഞെങ്കിലും ആ മാത്സിന്റെ കൂടെ വായിച്ചപ്പോ പറഞ്ഞു, ഫുൾ A+ സ്നേഹമോക്ക് എന്നിങ്ങനെ അനിയത്തി പറയാനിടയായി ഫോണിൽ നോക്കിയിട്ട്. ഞാൻ അപ്പൊ അവിടെ നിന്നിട്ട് ഞാൻ ഹല്ലേലൂയ 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 എന്ന് പറഞ്ഞു ഉറക്കെ ഞാൻ ഇങ്ങനെ തുള്ളി ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പോ എൻ്റെ അനിയൻ യാക്കോബായ വിശ്വാസത്തിലാണ്. അനിയൻ എന്നോട് ചോദിച്ചു, എന്നാ ഈ ചേച്ചിക്ക് പറ്റിയേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, വിൽസ, എൻ്റെ സ്നേഹിക്ക് 10A+, ദൈവം എന്നോട് പറഞ്ഞ വാക്തത്വം ദൈവം നിവർത്തിച്ചു തന്നതാ ഇതെന്ന് പറയാനിടയായി. അങ്ങനെ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ദൈവം അന്ന് അത്ഭുതം ചെയ്തു. അപ്പൊ പിന്നീട് എനിക്ക് ഇവളെ എങ്ങനെ പഠിപ്പിക്കുമെന്നുള്ള ഒരു ചിന്തയായി. അപ്പൊ ഞാനിങ്ങനെ ഓർത്തു, ദൈവമേ ഇനി +2-ന് അഡ്മിഷൻ കിട്ടിയ എങ്ങനെ പഠിപ്പിക്കും ഞാൻ, ഒത്തിരി പൈസയൊക്കെ ആവുമല്ലോ എന്നൊക്കെ കണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു ദൈവം എന്നോട് ഒരു പ്രേരണ ചെയ്യുന്നിരുന്നു. പറഞ്ഞു, +2 മുതൽ നിന്റെ സ്നേഹമോളെ പഠിപ്പിക്കുമെന്ന് പറഞ്ഞു, കർത്താവ് പഠിപ്പിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അത് വിശ്വസിച്ച് ഏറ്റെടുത്ത് പിന്നെയും പ്രാർത്ഥിച്ചു.
അങ്ങനെ ആ +2-ന് അവക്ക് ഏറ്റവും നല്ലൊരു സ്കൂളില് മൂവാറ്റുപുഴ സെന്റ് അഗസ്റ്റീൻസ് അമ്മമാരുടെ ഒരു സ്കൂളിൽ ഇവക്ക് അഡ്മിഷൻ കിട്ടാനിടയായി. കാരണം പറഞ്ഞാൽ അതൊരു അത്ഭുതമായിരുന്നു. ഞാൻ അവിടെ പഠിച്ച പിള്ളേർക്ക് അഡ്മിഷൻ കൊടുത്തിട്ടേ അവര് മറ്റുള്ള പുറമേയുള്ള പിള്ളേർക്ക് കൊടുക്കുകയുള്ളൂ. 8ാം ക്ലാസ് മുതൽ അവിടെ പഠിച്ച പിള്ളേർക്ക് കൊടുത്തതിന് ശേഷമേ അവര് +2-ന്. പക്ഷെ ഞാൻ ഇവളെ കൊച്ചിനെയും കൊണ്ട് ഞാൻ ഈ അഡ്മിഷന് വേണ്ടി ഇവളുടെ മാർക്ക് ലിസ്റ്റുമായിട്ട് ചെന്ന് അവിടുത്തെ പ്രിൻസിപ്പാള് ആ മാർക്ക് ലിസ്റ്റ് വാങ്ങിച്ചു നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, അതിനെന്നാ സ്നേഹമോൾക്ക് ഇവിടെ അഡ്മിഷൻ ഉറപ്പാണല്ലോ, പിന്നെ എന്തിനാ അമ്മ ഭാരപ്പെടുന്നേന്ന് ചോദിച്ചു. അപ്പോൾ ശരിക്കും എനിക്ക് അത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ഇതായി. എല്ലാവരും എന്നോട് പറഞ്ഞു അവിടെ ഒന്നും അഡ്മിഷൻ കിട്ടില്ല. പക്ഷെ ഞാൻ കൊച്ചിനോട് പറഞ്ഞു, മോളെ നീ അവിടെ തന്നെ അഡ്മിഷന് കൊടുത്തിട്ട് പിന്നീട് നമുക്ക് മാറ്റി കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെയാണ് അവളുടെ അഡ്മിഷൻ അവിടെ കൃപയാല് അവിടെ ആയിരുന്ന ടീച്ചേഴ്സിനൊക്കെ ഇവളോട് ഭയങ്കര കാര്യമായിരുന്നു. അവൾക്ക് ഫിസിക്സ് ഭയങ്കര വിഷമായിരുന്നു. അപ്പോഴും അവള് ഫിസിക്സിന്റെ ഓരോ പരീക്ഷ അതിന്റെ ലാസ്റ്റ് എക്സാമില് ഇവള് പറഞ്ഞു, എനിക്ക് ഇതിന്റെ പ്രാക്ടിക്കൽ ചെയ്യാൻ അറിയില്ല, ഞാൻ എന്ത് ചെയ്യും, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു, മോളെ നിനക്ക് നിന്നെക്കാട്ടി ജ്ഞാനവും സർവ്വജ്ഞാനിയായ ദൈവം നിനക്ക് ജ്ഞാനം പറഞ്ഞു തരും. അപ്പൊ അവള് പറഞ്ഞു, അങ്ങനെയല്ല, 4 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ്, അത് കിട്ടുന്നത് പലർക്കും പല രീതിയിലായിരിക്കും, അതെനിക്ക് പ്രയാസമുള്ളതാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും. ഇപ്പൊ ഞാൻ പറഞ്ഞു, മോളെ ഫിസിക്സ് പഠിപ്പിക്കുന്ന ടീച്ചറിനോട് പോയി ചോദിക്കുക, ആ മിസ് പറഞ്ഞു തരുന്നതെല്ലാം മോള് ഓർത്തിരിക്കുക എന്ന് പറഞ്ഞ് ആ തലേ ദിവസം ആ മിസ് ക്ലാസ് എടുത്ത് ഞാൻ മിസ്സിനോട് പറഞ്ഞു, ഇവക്ക് ഇങ്ങനെ ഫിസിക്സ് വിഷമാന്ന് പറഞ്ഞിട്ട് ക്ലാസ് എടുത്ത് ഫിസിക്സിന്റെ ആ തിയറിയും പ്രാക്ടിക്കലിന് ചെയ്യാനുള്ളതെല്ലാം ഇവക്ക് പറഞ്ഞു കൊടുക്കാനിടയായി. ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര കാര്യമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോ ഇവക്ക് 4ാമത്തെ സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവളുടെ കൈ കിട്ടുന്നത്. അപ്പൊ ആദ്യം കിട്ടിയ പിള്ളേരൊക്കെ പറഞ്ഞു, ഇപ്പൊ ഇവിടെ ഇങ്ങനെ ലൈനായി നിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങിച്ചപ്പോ ഈ ആദ്യം കിട്ടിയവരൊക്കെ പറഞ്ഞു, അയ്യോ ഇത് എന്ത് വിഷമാ, ഞങ്ങൾ എങ്ങനെ ഇത് എഴുതും, എന്ത് ചെയ്യും എന്നിങ്ങനെ പറഞ്ഞപ്പോ ഇവള് എന്നോട് പറയാനിടയായി, മോള് പറയാനിടയായി, എനിക്ക് എന്റെ ദൈവമേ എനിക്ക് ഇനി കിട്ടുന്നത് എന്തായിരിക്കുമോ, അവർക്കൊന്നും അറിയില്ലെങ്കിൽ എനിക്ക് അത്രയും കൂടെ അറിയില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോ ഇവള് പരീക്ഷാ ഹാളിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് അവളുടെ മിസ് പറഞ്ഞു കൊടുത്ത ആ പ്രാക്ടിക്കലിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അവൾക്ക് ഭയങ്കര സന്തോഷമായി ക്വസ്റ്റ്യൻ വായിച്ചപ്പോ. ദൈവം എത്ര നല്ലവനാണെന്ന് അവൾക്ക് തോന്നി. അവൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് അത് ചെയ്യാനിടയായി. അവിടെ അവൾക്ക് നല്ലൊരു വിജയം ദൈവം കൊടുത്തു. അങ്ങനെ അതിനുശേഷം എൻ്റെ കുഞ്ഞിന് BSc നഴ്സിങ്ങിന് ഒരു അഡ്മിഷന് വേണ്ടി അവൾക്ക് MBBS പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പൈസ ഇല്ലാത്തത് കൊണ്ട് എൻട്രൻസ് എഴുതാനോ അതിന്റെ കോച്ചിങ് ക്ലാസ്സിന് വിടാനോ ഒന്നും പറ്റിയില്ല. അവള് വെറുതെ പോയി ഒരു എക്സാം എഴുതിയെങ്കിലും അവൾക്ക് 19,000-ൽ റാങ്ക് കിട്ടിയായിരുന്നു. പക്ഷെ പിന്നീട് അവൾ എന്നോട് കാല് പിടിച്ചു പറഞ്ഞു, മമ്മി എന്നെ റിപ്പീറ്റ് ചെയ്യാൻ വിടണം, എനിക്ക് MBBS പഠിക്കണമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, മോളെ പൈസ ഇല്ല, 5 വർഷം പഠിക്കണം, പിന്നെ PG ചെയ്യണം, ഇതിനൊക്കെ ഒത്തിരി പൈസയാവും മമ്മി, താഴെയുള്ളവരെ പഠിപ്പിക്കണ്ടേ, അതുകൊണ്ട് മോള് ഇപ്പൊ നഴ്സിങ്ങിന് പോകുക എന്ന് പറഞ്ഞ് അപ്പൊ അവൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷെ എന്തോ ഒരു ദൈവദാസൻ അവളോട് പറഞ്ഞു, മോളെ ഇപ്പൊ BSc നഴ്സിങ്ങിന് വിട്, അവളെ MSc നഴ്സിംഗ് പഠിക്കും, എന്നിട്ട് അവൾക്ക് നല്ലൊരു ഉന്നതമായ ഒരു തലത്തിലേക്ക് ദൈവം അവളെ ജോലിയിൽ ഉയർത്തും, അതുകൊണ്ട് അങ്ങനെ BSc നഴ്സിംഗിന് ചേർക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അന്ന് മുതൽ പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ എൻ്റെ കുഞ്ഞിന് അഡ്മിഷൻ കിട്ടണം, എനിക്കല്ലാതെ ഫീസ് കൊടുത്ത് പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ എല്ലാരും പറഞ്ഞു BSc നഴ്സിംഗ് പഠിച്ച് പാസ്സാകുമ്പോഴത്തേക്കും 6 ലക്ഷം രൂപയൊക്കെ വേണ്ടി വരും എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് അതിനും ഭാരമാണ്, താഴെയുള്ളവരെയും പഠിപ്പിക്കണം. അപ്പൊ ഞാൻ ഓർത്തു, കർത്താവ് ഇതെങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും എന്ന് വിചാരിച്ചപ്പോ ദൈവം എന്നോട് പറഞ്ഞ കാര്യം ഞാൻ ഓർത്തു, +2 മുതൽ അവളെ പഠിപ്പിക്കുമെന്ന്. അങ്ങനെ ഇരുന്നപ്പോ +2-ന്റെ സെക്കൻഡ് ഇയറിൽ മൗലാന ആസാദിന്റെ ഒരു സ്കോളർഷിപ്പ് അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു. അത് 12,000 രൂപയാണ്. ഇവിടെ പഠിക്കുന്ന സ്കൂളില് 2 പേർക്ക് കിട്ടുള്ളൂ. അപ്പൊ ഞാന് അവിടെ അന്ന് ലാസ്റ്റ് ഡേറ്റ് ആയി, അത് ഞാൻ അറിഞ്ഞില്ല. അപ്പൊ ഞങ്ങൾ അന്ന് പ്രേയറിന് കോതമംഗലത്ത് പോയിട്ട് തിരിച്ചു വന്നപ്പോ 3:30 മണിയായി. ഞാൻ വേഗം ആപ്ലിക്കേഷൻ ഫോം കവറിലിട്ട് ആ പോസ്റ്റ് മാസ്റ്ററുടെ കൈ കൊടുത്തപ്പോ പെട്ടിയിലിടാൻ തുടങ്ങിയപ്പോ പോസ്റ്റ് മാസ്റ്റർ പറഞ്ഞു, അവിടുന്ന് മെയിൽ എടുത്തു, അത് ഇങ്ങോട്ട് തന്നേരെ, ഇനി അത് ഇന്ന് പോകേണ്ടതാണെങ്കിൽ, അപ്പൊ ലാസ്റ്റ് ഡേറ്റ് ആണ്, ഇന്ന് പോകേണ്ടതാണെങ്കിൽ ഇങ്ങ് തന്നേരെ, ഞാൻ അയച്ചോളാന്ന് പറഞ്ഞ്. അവിടെയും ദൈവം രാജാക്കന്മാരുടെ ഹൃദയം യഹോവയുടെ കരങ്ങളിൽ നേരത്തോട് കണക്ക് ഇരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ ദൈവത്തിന്റെ ആ പ്രവൃത്തി. പ്രാർത്ഥന കഴിഞ്ഞ് പോന്നപ്പോ എന്റെ കൊച്ചനോട് പറഞ്ഞു, മമ്മി ഇത്രയും
ഇത്രയും നേരം ലേറ്റ് ആയി, ഇനി ഞാൻ ഇത് അയക്കണില്ല, അച്ഛാ ഇന്ന് ലാസ്റ്റ് ഡേറ്റ് അല്ലേ ഇനി എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു, മോളെ നമുക്ക് മൂവാറ്റുപുഴ പോസ്റ്റ് ഓഫീസിൽ ഇത് അയക്കാം എന്ന് പറഞ്ഞ് ആണ് ഞാൻ അയച്ചത്. കൃപയാല് ആ മൗലാന ആസാദിന്റെ സ്കോളർഷിപ്പ് ആ സ്കൂളിൽ 2 പേർക്കേ കിട്ടിയുള്ളൂ. അത് എന്റെ മോക്ക് ലഭിക്കാനിടയായി. അത് അത്ഭുതമായിരുന്നു. അങ്ങനെയൊക്കെ ദൈവം ഒത്തിരി വഴികളിലൂടെ, ഒത്തിരി സമുദ്രത്തിന്റെ ധനം നിന്റെ അടുക്ക് വന്നു ചേരുമെന്ന് ദൈവം എന്നോട് എപ്പോഴും സംസാരിക്കുമായിരുന്നു. പക്ഷെ എനിക്കറിയില്ലായിരുന്നു ഈ ഗവൺമെന്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളാണെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. ഇവിടെ അങ്ങനെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷന് വേണ്ടി ഞാൻ അയച്ചു. എനിക്ക് ഒറ്റ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ, കർത്താവേ എനിക്ക് ഒരു ദിവസം കൊണ്ട് പോയി വരാൻ പാകത്തിനുള്ള ഒരു മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടണമെന്ന്. അപ്പൊ ഞാൻ തൃശ്ശൂരും ഒക്കെ കൊടുത്തു, ആലപ്പുഴ, തൃശ്ശൂരും കോട്ടയത്തും എല്ലാം കൊടുത്തു. ഇപ്പൊ തിരുവനന്തപുരം ഒക്കെ കൊടുക്കുമ്പോ ഞാൻ ഓർത്തു ഒത്തിരി ദൂരമാ, പോകാൻ പറ്റില്ല എന്ന്. അങ്ങനെ ഇരുന്നപ്പോ ഞാൻ ഇങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്ക് കോട്ടയം മെഡിക്കൽ കോളേജിലാണെങ്കിൽ അന്ന് പോയിട്ട് അന്ന് തിരിച്ചു വരാൻ പറ്റും, അവിടെ തന്നെ ഇവക്ക് ഒരു അഡ്മിഷൻ കിട്ടണമെന്ന്. കൃപയാല് അത് കൊടുത്തു. അവക്ക് ഗവൺമെന്റിന്റെ മെഡിക്കൽ കോളേജില് ഒരു സീറ്റ് ദൈവം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കിട്ടിയത് തിരുവനന്തപുരത്തുള്ള അഡ്മിഷൻ കിട്ടിയ ഒരു കൊച്ച്, ഇവക്ക് 95% മാർക്കേ ഉള്ളായിരുന്നു. പക്ഷെ അവിടെ സീറ്റ് കൊടുത്തത് കോട്ടയത്ത് കൊടുത്തവർ മുഴുവനും 98 മുതലുള്ള പിള്ളേർക്കേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ പക്ഷെ എന്തോ കൃപയാല് ദൈവം അവിടെയുള്ള ഒരു കൊച്ച് തിരുവനന്തപുരത്ത് നിന്ന് വന്ന് അഡ്മിഷൻ എടുത്തിട്ട് ആ കൊച്ച് മാറി, അതിന് രണ്ടാമത്തെ അലോട്ട്മെന്റ് വന്നപ്പോ തിരുവനന്തപുരത്ത് തന്നെ കിട്ടിയത് കൊണ്ട് ആ കൊച്ച് മാറിപ്പോയപ്പോ ആ സ്ഥാനത്തേക്ക് മോളെ എടുക്കാനിടയായി. അങ്ങനെ 4 വർഷം അവിടെ കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ അവള് പഠനം കഴിഞ്ഞ് അവിടെ തന്നെ ദൈവം അവള് ഇന്റേൺഷിപ്പിന്റെ കാലയളവിൽ തന്നെ അവിടെ നഴ്സിംഗ് അസിസ്റ്റന്റ് ആയിട്ട് 3 മാസം ഇന്റേൺഷിപ്പ് ചെയ്തോളൂ. അതിനുശേഷം നഴ്സിംഗ് അസിസ്റ്റന്റ് ആയിട്ട് അവൾക്ക് അവിടെ ജോലി കിട്ടാനിടയായി. ആ സമയത്ത് അവളുടെ വിവാഹം നടന്നു. വിവാഹത്തിനും ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു, കർത്താവെ ദൈവത്തെ അറിയുന്ന ഒരു കുടുംബത്തിലേക്ക് പൈതലിനെ അയക്കണമെന്ന്. അങ്ങനെ ദൈവത്താൽ ഒരുക്കി തന്നത് മാത്രം മതി. അടയാളം ചോദിച്ചു, 5 അടയാളം ഞാൻ ചോദിച്ചു. ആ 5 അടയാളവും ദൈവം എന്നെ കാണിച്ചു തന്നു. അപ്രകാരം ആ കുഞ്ഞിന്റെ വിവാഹം നടന്നു. കൃപയാല് ഇന്നൊരു ആൺകുഞ്ഞിനെയും ദൈവം ഞങ്ങൾക്ക് തരാനിടയായി. ഞങ്ങളുടെ ഭവനത്തിന്റെ നിന്ന, ഞങ്ങൾ പെൺമക്കളാണ്, എല്ലാവർക്കും പെൺമക്കളാണെന്ന് പറയുന്ന ആ നിന്ന ദൈവം മാറ്റി ദൈവം ഒരു ആൺപൈതലിനെ തന്നു. ഞാൻ ചോദിച്ചു വാങ്ങിച്ച പൈതലാണ്. അവൻ മിടുക്കനായിട്ട് ഇന്ന് അവര് കുടുംബമായിട്ട് UK-യിലായിരിക്കുന്നു. അങ്ങനെ വളരെ സന്തോഷത്തോടെ ഇന്ന് അവള് ബാൻഡ് 5-ല് ഇതായിട്ട് ജോലി ചെയ്യുന്നു. നഴ്സായിട്ട് ഹില്ലിംഗ്ടൺ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ്. മോനും അവിടെ ആയിരിക്കുന്നു, കുടുംബമായിട്ട് കുഞ്ഞും ഓടൊപ്പം ആയിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ 6 മാസം അവിടെ പോയി നിന്നു. പക്ഷെ എനിക്ക് അവിടുത്തെ തണുപ്പ് കാരണം അവിടെ നിൽക്കാൻ പറ്റിയില്ല. ഇപ്പൊ പോകേണ്ട സമയമായിരുന്നു, എന്നാലും ഞാൻ പോയില്ല. പക്ഷെ UK-യിലായിരുന്ന സമയത്തും ദൈവം എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്യാനിടയായി. ഞാൻ അവിടെ ചെന്ന നിമിഷം മുതൽ അവിടെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു കുടുംബത്തിലെ ഒരു പയ്യൻ വല്ലാതെ മയക്കുമരുന്നിനൊക്കെ അടിമയായിട്ട് ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാക്കും. ഞാൻ അപ്പോ അവരെ ഓർക്കുമ്പോഴെല്ലാം ഞാൻ പ്രാർത്ഥിക്കും, കർത്താവെ തലമുറകളെ ഓർത്ത് ഈ മാതാപിതാക്കൾ ഇങ്ങനെ ഭാരപ്പെടുന്നുണ്ടല്ലോ ദൈവമേ, ആ കുഞ്ഞിനൊരു സുബോധം കൊടുക്കണേ എന്ന് പറഞ്ഞ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും. അപ്പൊ ദൈവം എന്നോട് പറഞ്ഞു, ദൈവദാസന്മാരുടെയും ദൈവമക്കളെയും തലമുറയെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന്. അങ്ങനെ ഞാൻ അവിടെ ലണ്ടൻ ചർച്ചിൽ പോയ സമയത്ത് ഞാൻ അവിടെയുള്ളവരോടും പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് തലമുറയെ ഓർത്ത് ലോകത്തുള്ള എല്ലാ ദൈവമക്കളുടെയും തലമുറയെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കണം. ദുഷ്ടന് ഏറ്റവും കൂടുതൽ വശീകരിച്ചുകൊണ്ട് പോകുന്ന ദൈവദാസന്മാരുടെയും ദൈവമക്കളുടെയും തലമുറയാണ്, നമുക്ക് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് പോരുന്ന സമയം വരെയും എല്ലാ ലേഡീസ് മീറ്റിങ്ങിലും ഞങ്ങൾ കരം കോർത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ അവർക്ക് വലിയ സന്തോഷമായിരുന്നു. അവരെന്നോട് പെട്ടെന്ന് തന്നെ തിരിച്ചു ചെല്ലണം, മമ്മി പോകുന്ന ഞങ്ങൾക്ക് ഭയങ്കര വിഷമാന്നൊക്കെ പറഞ്ഞാ എന്നെ വിട്ടത്. പക്ഷെ എനിക്ക് ഇവിടെ വന്നതിന് ശേഷം കാലിന് വേദന വല്ലാതെ കൂടുതലായി. കാലിന്റെ മുട്ടിന് വയ്യാത്തത് കൊണ്ട് 2 മുട്ടും തേയ്മാനാണ്, ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഇതുവരെ ഞാൻ ചെയ്തില്ല. പക്ഷെ ദൈവം എന്നെ അത്ഭുതകരമായിട്ട് അങ്ങനെ ഓരോ വഴികളിലും ദൈവം നടത്താനിടയായി. എൻ്റെ ജീവിതത്തിലേക്ക് ഒത്തിരി ഈ ശത്രു എന്നെ തകർത്ത് കളയാൻ വേണ്ടി പലപ്പോഴും ദൈവം എന്നോട് ഈ ഒരു വചനം ഇടപെടും,
സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു, കോട്ട കാത്തുകൊള്ളുക, നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക. ആ വചനം കേൾക്കുമ്പോഴേ എനിക്കറിയാം എവിടെയെങ്കിലും പാമ്പ് എന്നെ ഉപദ്രവിക്കാനായി കടന്നു വരുമെന്ന്. അനവധി പ്രാവശ്യം പാമ്പിനെ ഞാന് എന്റെ തൊട്ടടുത്ത് വന്ന് അതിനെ ഞാൻ യേശുവിന്റെ നാമത്തിൽ കൊല്ലാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ അതിനെ കാണുമ്പോൾ ഞാൻ യേശുവിന്റെ രക്തം ജയം പറയും. അതിനെ ഞാൻ അടിച്ചു കൊല്ലാനിടയായി. അപ്പോഴെല്ലാം എനിക്കറിയാം ദൈവം എന്നോടൊരു ഒരു വചനം ദൈവം ഇടപെട്ടു. ഞാൻ ഈ കുഞ്ഞുതായിരുന്നപ്പോ ഒരു ദിവസം പുല്ല് മുറിക്കാനായിട്ട് പോയപ്പോ ദൈവം, അന്ന് എനിക്ക് ഈ ബൈബിളിൽ എവിടെയാണ് ആ വചനം കിടക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല. ദൈവം എന്നോട് പറഞ്ഞു, ഒരു പാമ്പ് ഞാൻ ഈ പുല്ല് മുറുക്കി വെച്ച കെട്ട് എടുത്തിട്ട് പോകില്ല, എന്ത് ചെയ്തു. അപ്പൊ ഞാൻ ഇത് ഉരുട്ടി ഉരുട്ടി കൊണ്ടുപോയി എടുത്ത് തലയിൽ വെക്കാന്ന് വിചാരിച്ചപ്പോ ഉണ്ട് അതിന്റെ അടിയിൽ നിന്ന് ഒരു പാമ്പ് എഴഞ്ഞു പോവുക. അപ്പൊ ഈ പാമ്പ് എഴഞ്ഞു പോയപ്പോ ആദ്യം എനിക്ക് ഭയം തോന്നി. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എന്റെ കുഞ്ഞുങ്ങള്, ഞാൻ ഇവിടെ പുല്ല് മുറിക്കുമ്പോ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്റെ കുഞ്ഞുങ്ങൾ എന്നെ തേടി വരാൻ അവർക്ക് പറ്റില്ലല്ലോ. ഞാൻ ഇവിടെ കിടക്കുവല്ലേ ഉള്ളൂ, എങ്ങനെ അവരെന്നെ കണ്ടുപിടിക്കും എന്നിങ്ങനെ പറഞ്ഞ് ഞാൻ അവിടെ നിന്നപ്പോ ദൈവം എന്നോട് പറഞ്ഞു, ഭൂമിയിലെ നാനാജാതി ഇഴജാതിയോടും ഞാൻ ഒരു നിയമം ചെയ്തിരിക്കുന്നു, അവയൊന്നും നിനക്ക് ഭയപ്പെടാനില്ല, അവയൊന്നും നിനക്ക് ഹാനി വരുത്തുകയില്ല എന്ന്. അതിനുശേഷം ഒത്തിരി മൂർഖം പാമ്പും ഒത്തിരി ഈ ശംഖുവരയനും എല്ലാം എന്നെ ഉപദ്രവിക്കാനായിട്ട് വന്നിട്ടുണ്ടെങ്കിലും അതിനെയെല്ലാം ഞാന് ചവിട്ടേണ്ട സ്ഥാനത്ത് പോലും ദൈവം എന്റെ കാലിന്റെ പാദം പിടിച്ചു നിർത്തിയിട്ട് അതിൽ തൊടാതെ എന്നെ ദൈവം സൂക്ഷിച്ച വഴികളാണ്. ദൈവം എന്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ചെയ്ത് ഒത്തിരി അത്ഭുത പ്രവർത്തികൾ ദൈവം എനിക്ക് ചെയ്തു. എൻ്റെ ഇളയ മകള്, അവളെപ്പോഴും ഈ ആടിന്റെ പുറകെ നടക്കും. ഞാന് പുല്ല് മുറിക്കാനൊക്കെ പോയേക്കുവാണെങ്കിൽ അവള് സ്കൂള് വിട്ട് വന്ന ഉടനെ ആടിനെ അന്വേഷിച്ചു പോകും. ഒരു ദിവസം ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള വീട്ടിലെ അവരുടെ കിണർ ഇച്ചിരി ദൂരെയാണ്. ആ കിണറിന്റെ അരികത്ത് ആടിനെ കെട്ടിയിട്ട് എൻ്റെ മോള് 2 ദിവസം മുമ്പ് ദൈവം എന്നെ കാണിച്ചു തന്നു. ഇവളൊരു പാറമടയിലേക്ക് വെള്ളത്തിൽ പോയി മോളിൽ നിന്ന് വീണ് ഇവളൊരു വെള്ളത്തിൽ മുങ്ങി പോയി ഇവളുടെ ബോഡി എടുത്ത് അവിടെ പള്ളിയിൽ അടക്കാൻ കൊണ്ടുവന്നേക്കുക. അപ്പൊ ഞാൻ ചോദിക്കുക, ഈ കുഞ്ഞിനെ ഈ പെട്ടിയിൽ വെച്ചിട്ട് ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞപ്പോ എൻ്റെ ചാച്ചനൊക്കെ എന്നോട് എതിർത്തു, ഇപ്പൊ നിനക്ക് മതിയായില്ലേ നീ പോയിട്ട് എന്നിങ്ങനെ പറയാനിടയായി. അപ്പൊ ഞാൻ ഇങ്ങനെ ഈ സ്വപ്നം കണ്ടു കിടന്നപ്പോ ഞാൻ ദൈവത്തോട് ചോദിച്ചു, ഈ പെട്ടിയിൽ ഇങ്ങനെ ഈ കുഞ്ഞിന്റെ ദേഹത്ത് കൈവച്ചിട്ട് ചോദിച്ചു, കർത്താവേ, ഇവളെ കുറിച്ച് ദൈവം എന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങളിൽ ഒന്നുപോലും നിവർത്തിയായിട്ടില്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാ കർത്താവ് ഇപ്പൊ ഇവിടെ എടുത്തേ എന്നിങ്ങനെ ചോദിച്ചു. പെട്ടെന്ന് ഞാൻ കണ്ണു തുറന്നപ്പോ എനിക്ക് മനസ്സിലായി ഇത് സ്വപ്നമാണെന്ന്. ഞാൻ വേഗം താഴെ പായിട്ടിട്ട് താഴെ പായിട്ടിട്ട് ഞാൻ അവിടെ ഇരുന്ന് കണ്ണുനീരോടെ കരഞ്ഞു പ്രാർത്ഥിച്ചു. കൃപയാല് ദൈവം പിറ്റേ ദിവസം സംഭവിക്കേണ്ട, ഈ ആട് നെറ്റിട്ട ഒരു കിണറായിരുന്നു. അപ്പൊ ആ നെറ്റിന്റെ പുറത്തൂടെ ഈ ആട്ടുകുഞ്ഞുങ്ങള് കുഞ്ഞു കുഞ്ഞുങ്ങളാ, അതുങ്ങൾ ഇങ്ങനെ നടന്നപ്പോ കിണറിന്റെ ചുറ്റും നടന്നു പോണത് ഇവള് കണ്ടത് കൊണ്ട് ഞാനും അവിടെ വീട്ടിലില്ല, മറ്റേ പിള്ളേരും മറ്റേ മൂത്തവളൊന്നും അറിഞ്ഞില്ല. ഇവള് ബാഗ് എറാത്ത് വെച്ചിട്ട് വേഗം വന്ന് ഈ ആടിനെ അന്വേഷിച്ച് വന്നതാ. അപ്പൊ വന്നപ്പോ ഇവള് എന്നെ അന്വേഷിച്ച് ഇറങ്ങി തിരിച്ചതാ. പക്ഷെ വന്നപ്പോ ഈ ആട് കിണറിന്റെ വക്കൽ നടക്കണ കണ്ടോണ്ട് ഈ ആടിനെ 2 കൈ കൊണ്ട് ഈ കുഞ്ഞുങ്ങളെ എടുക്കാൻ തുടങ്ങി. ഈ കുഞ്ഞുങ്ങൾ ഈ വലയിലേക്ക് വീണു. ഈ വലയില് വീണിട്ട് ഇവള് കൈകൊണ്ട് വാരി എടുക്കാൻ തുടങ്ങുമ്പോ ഇവളുടെ കാല് നിലത്തുനിന്ന് പൊങ്ങിപ്പോയി. ഇവളുടെ കാല് നിലത്തുനിന്ന് പൊങ്ങിപ്പോയിട്ട് ഇവളിങ്ങനെ താന്നങ്ങ് പോയപ്പോ അവള് പറയുവാ, എന്റെ കാലിൽ 2ലും ആരോ ബലമായി പിടിച്ച് എന്നെ നേരെ നിർത്തിയെന്ന്. എന്നിട്ട് ഈ കുഞ്ഞുങ്ങളെ കയ്യിൽ നിന്ന് വിട്ടില്ല, അങ്ങനെ രക്ഷിച്ചു. അപ്പോ ഞാൻ ഇവളെ അന്വേഷിച്ച്, ഇവളെ എവിടെ പോയിന്ന് അന്വേഷിച്ച് നടന്നപ്പോ കുറച്ച് കഴിഞ്ഞപ്പോ ഇവള് ഇങ്ങനെ വന്നിട്ട് ദേഹം മുഴുവൻ കൈ 2ഉം ഒരഞ്ഞിരിക്കണം, തൊടയൊക്കെ ഒരഞ്ഞേക്കും. അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് പറ്റിയത് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഞാനിങ്ങനെ ആടിനെ മേളിലത്തെ വീട്ടിലെ കിണറ്റിന്റെ അവിടെ നിന്ന് ആടിനെ എടുത്തപ്പോ എന്റെ കാല് പൊങ്ങിപ്പോയി, പക്ഷെ ആരോ പിടിച്ചെന്നെ നേരെ നിർത്തി, അല്ലെങ്കിൽ ഞാൻ ആ കിണറ്റിലേക്ക് പോയെന്ന്. അപ്പൊ അവരോട്, ആ കിണറിന്റെ വീട്ടിൽ ഞാൻ ഉടമസ്ഥനോട് ഞാൻ ചെന്ന് ഇത് പറഞ്ഞപ്പോ, ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോ അവര് പറഞ്ഞു, എന്റെ മോളെ ഇവരോട് പറ, അങ്ങനെ പോകരുതെന്ന് പറ, അങ്ങനെ സംഭവിച്ചു പോയെങ്കിൽ ആരെങ്കിലും അറിയോ ഈ കൊച്ചിങ്ങനെ അവിടെ പോയെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടെന്നോ ഒന്നും അറിയില്ലല്ലോ, ആ കിണറ്റിലൊക്കെ പോയാൽ മുഴുവൻ പാറയല്ലേ, എന്ത് ചെയ്യും, ദൈവമാണല്ലോ സൂക്ഷിച്ച് എന്ന് പറയാനിടയായി. അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ. ഞാൻ മരണത്തിന്റെ ആ കണികൾ എന്നെ പിടിച്ച്, ഒരു ദിവസം ന്യൂമോണിയ പനി ബാധിച്ച് 5 ദിവസമായിട്ട് പനിയായിരുന്നു എനിക്ക്.
ഞാൻ നിർമ്മല ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ വാങ്ങിച്ച് ഇഞ്ചക്ഷനും എടുത്ത് വീട്ടിൽ വന്നു. രാത്രിയായപ്പോ എനിക്ക് പനി ശക്തമായിട്ട് കൂടിക്കഴിഞ്ഞിട്ട് എൻ്റെ ശരീരം മുഴുവൻ വിറയ്ക്കാൻ തുടങ്ങി. വിറച്ചപ്പോ ഈ അമ്മച്ചി മാത്രമേ ഉള്ളൂ. അന്ന് അമ്മച്ചി വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ല. അമ്മച്ചി മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് എട്ടരയായി, പ്രാർത്ഥിക്കാനായിട്ട് ബൈബിള് എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് ലൈറ്റ് ഇടാനായിട്ട് ആയിട്ട് മുറിക്കകത്തേക്ക് വന്നപ്പോഴാണ് എനിക്ക് വിറ തുടങ്ങിയത്. വിറച്ചിട്ട് എനിക്ക് ഒരു വാക്ക് പോലും സംസാരിക്കാൻ പറ്റില്ല. ഞാൻ പെട്ടെന്ന് ആ കട്ടിലയിലേക്ക് അങ്ങ് കിടന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പക്ഷെ അല്ലാതെ കരയുക. ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി ഇപ്പൊ ഇത് കരയേണ്ട സമയമല്ല, അമ്മച്ചി പ്രാർത്ഥിക്ക്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന് പറഞ്ഞു. അമ്മച്ചി അന്നേരം പറഞ്ഞു, വണ്ടി വിളിക്കുക, ആശുപത്രിയിൽ പോവാം, ഇതെന്നെ പനിയാ, ഇതെന്നെ ഇങ്ങനെ വിറക്കണേന്നൊക്കെ പറഞ്ഞ് അമ്മച്ചി പുതപ്പൊക്കെ ഇട്ട് പുതപ്പിച്ചു. പക്ഷെ എനിക്കറിയില്ല, ഞാൻ ആ ബെഡേ കിടന്ന ആ നിമിഷം എൻ്റെ ശരീരം പിന്നെ അനക്കം ഇല്ലാതെയായി തീർന്നു. പിന്നെ എനിക്ക് യാതൊന്നും ഞാൻ ഓർക്കണില്ല. ഒരു വണ്ടി വിളിക്കാൻ വേണ്ടിയിട്ട് ഒരു നമ്പർ പോലും പറഞ്ഞു കൊടുക്കാൻ പോലും എനിക്ക് പറ്റിയില്ല. പിന്നെ എൻ്റെ നാവൊന്നും ചലിക്കണില്ല. ഞാൻ ഒന്നും അറിഞ്ഞില്ല. പിന്നെ കുറെ സമയം കഴിഞ്ഞ് ഏകദേശം ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോ ഞാൻ ഇവിടെ കീഴത്തുള്ള പരുത്തുവയൽ ഹോസ്പിറ്റലിൽ കിടക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷെ ആ സമയത്ത് ദൈവം ഞാനിങ്ങനെ എന്നെ കൊണ്ടുപോയതോ ഒന്നും ഞാൻ അറിയണില്ല. പക്ഷെ പരുത്തുവയൽ ഹോസ്പിറ്റലിൽ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോ ഇവർക്കറിയില്ല എന്ത് ചെയ്യണോന്നറിയാതെ ഡോക്ടർമാരിങ്ങനെ എന്നെ നോക്കാതിരിക്കുക. പക്ഷെ ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് വേർത്തൊഴുകുക. അപ്പൊ ഈ അമ്മച്ചി വിചാരിച്ചു, ഇവക്ക് പനിയായിട്ട് എന്തുകൊണ്ടാ ഇവളിങ്ങനെ വേർത്തൊഴുകണേ, എന്നിട്ട് ഇവരെന്താ നോക്കാത്ത, എങ്ങനെയൊക്കെ മനസ്സിൽ ചിന്തിച്ചിട്ട് ഈ അമ്മച്ചി ഇങ്ങനെ ഒന്നും ഇവരോട് പറയാൻ പോലും നാവ് പൊങ്ങാതെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഡോക്ടർ പറഞ്ഞു, പൾസും ഇല്ല, ഹാർട്ട് ബീറ്റും ഒന്നും ഇല്ലല്ലോ, ഇനി എന്ത് ചെയ്യുമെന്ന് മറ്റേ സീനിയർ ഡോക്ടറോട് ചോദിച്ചപ്പോ ഡോക്ടർ ഒന്നും മിണ്ടാതെ അമ്മച്ചിയെ നോക്കി, കുഞ്ഞുങ്ങളെ നോക്കി. അങ്ങനെ ഇരുന്നപ്പോ ഞാൻ ആ സമയത്തൊക്കെ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഭയങ്കര വെളിച്ചം എൻ്റെ മുഖത്തേക്ക് വരുക. അതിന്റെ ചൂട് എനിക്ക് സഹിക്കാൻ പറ്റണില്ല. ആ ചൂടെന്ന് പറഞ്ഞാ എനിക്കറിയില്ല, സൂര്യൻ നേരെ എൻ്റെ മുഖത്ത് അടിക്കുവാണോന്ന്. അതെന്റെ ഈ വലതുവശത്ത് മുകൾ ഭാഗത്തു നിന്നാണ് വരുന്നത്. അപ്പോഴൊക്കെ ഞാനിങ്ങനെ എൻ്റെ മനസ്സിന്റെ ഉള്ളറയിൽ ഞാൻ ദൈവത്തോട് പറയുന്നുണ്ട്, കർത്താവേ, ഇതെനിക്ക് സഹിക്കാൻ വയ്യ, എനിക്ക് മതി കർത്താവേ, എൻ്റെ ജീവനെ എടുത്തോ, എനിക്കിനി മതി കർത്താവേ, എൻ്റെ പിതാക്കന്മാരെക്കാൾ ഞാൻ വലിയവനൊന്നും അല്ലല്ലോ, എന്നിലും കുറവുകളുണ്ടല്ലോ, എന്നെ എടുത്താൽ മതി കർത്താവേ, എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല. ഇങ്ങനെ പറഞ്ഞു തന്നെ ഞാൻ പക്ഷെ എൻ്റെ ശബ്ദം ഒന്നും അറിയുന്നില്ല, എൻ്റെ ഹാർട്ട് ബീറ്റ് ഒന്നുമില്ല, പൾസ് ഒന്നും ഇല്ലാതെ ഇവരെന്നെ ഈ ശരീരം എങ്ങനെ മുഖം മൂടുമെന്ന് ഓർത്ത്, മരിച്ച ഒരു ഡെഡ് ബോഡി എങ്ങനെ മൂടുമെന്ന് ഓർത്ത് ഈ ഡോക്ടർ പകച്ചു നിൽക്കുക ഈ കുഞ്ഞുങ്ങളെ ഓർത്തിട്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് സമയം ആ ചൂട് ഇങ്ങനെ വന്നപ്പോ ദൈവം എൻ്റെ ഈ വലത് ചെവിയിൽ എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ദൈവത്തോട് പറഞ്ഞു, അത് മതി കർത്താവേ, എനിക്ക് കർത്താവ് തരുന്ന സൗഖ്യം മാത്രം മതി എന്ന് പറയാനിടയായി. അങ്ങനെ 3 പ്രാവശ്യം ദൈവം ആ ശബ്ദം എന്നെ കേൾപ്പിച്ചു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ, ഞാൻ നിന്നെ അതൊരു പതിഞ്ഞ സ്വരമാ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. ഈ 3ാമത്തെ ശബ്ദം ഞാൻ കേട്ടപ്പോ മുതല് ഈ ചൂട് കുറയാൻ തുടങ്ങി, ഈ ലൈറ്റ് മങ്ങാൻ തുടങ്ങി. പിന്നെ ഞാൻ സാധാരണ ഇപ്പൊ ഞാനിങ്ങനെ സ്തോത്രം 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 എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കിടക്കുക. അപ്പൊ വേഗം ആ ജൂനിയർ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ഇപ്പൊ പൾസ് കിട്ടുന്നുണ്ടല്ലോ, ഇപ്പൊ എന്തൊക്കെയോ പറയുന്നുണ്ട്, ഈ എന്തൊക്കെയോ പറയുവാണല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അമ്മച്ചിയോട് പറഞ്ഞു, അത് സ്തോത്രം പറയുക എന്ന് പറഞ്ഞു. എന്റെ ചുണ്ട് മാത്രമേ അനങ്ങുന്നുള്ളൂ, സ്തോത്രം പറയുക. അപ്പൊ വേഗം സീനിയർ ഡോക്ടർ വന്നിട്ട് എന്നെ പിന്നെ വേഗം എനിക്ക് മരുന്നൊക്കെ തന്നു. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഞാൻ പറഞ്ഞു, ഡോക്ടർ വന്നപ്പോ പറഞ്ഞു, ഡോക്ടർ എന്നെ ഡിസ്ചാർജ് ചെയ്യുക എന്ന് പറഞ്ഞപ്പോ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഗ്രേസി എന്താ ഈ പറയുന്നത്, ഇന്നലെ ഇവിടെ ഏത് അവസ്ഥയിലാ വന്നേന്ന് അറിയാമോ, ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളെ ഓർത്തിട്ടാ മരിച്ചു എന്ന് ഡിക്ലെയർ ചെയ്യാതിരുന്നേ. കാരണം പറഞ്ഞു, ഈ 3 കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കിയപ്പോ സഹിക്കാൻ വയ്യ, അതുകൊണ്ട് പറയാതിരുന്നതാ, ഗ്രേസി പോവുകയാണെങ്കിൽ എഴുതി ഒപ്പ് വെച്ചിട്ട് പോകണം. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല ഡോക്ടറെ, എനിക്കൊരു കുഴപ്പമില്ല, ദൈവം ഇന്നലെ രാത്രി എന്നെ സൗഖ്യമാക്കി. ഞാൻ പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന് 3 പ്രാവശ്യം ദൈവം എന്നോട് സംസാരിച്ചതാ, എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് എന്നെ വീട്ടിൽ വിട്ടു. 10 മണിയായപ്പോഴത്തേനും ഞാൻ വീട്ടിൽ വന്നു, ഡിസ്ചാർജ് ആയി. പക്ഷെ ആ സമയത്ത് ഞാൻ വന്ന പാട് ഞാൻ പശുവിനെ അഴിക്കാനായിട്ട് പോയപ്പോ ഞാൻ ദൈവത്തോട് ചോദിച്ചു,
കർത്താവെ, എന്തുകൊണ്ടാ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതോ, ഏത് വണ്ടിയിലാ കയറ്റിയതോ, അല്ലെങ്കിൽ എങ്ങനെ കയറ്റിക്കൊണ്ട് പോയെന്നോ, ഏത് ഹോസ്പിറ്റലാക്കിയെന്നോ ഒന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, മരിച്ചവര് അവരെ കുഴിയിൽ വെക്കുന്നതോ കുളിപ്പിക്കുന്നതോ പെട്ടിയിലാക്കുന്നതോ ഒന്നും അവരറിയുന്നില്ല, നീയും അതേ അവസ്ഥയിലൂടെ കടന്നുപോയതല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴാണ് എനിക്ക് ബോധം വരുന്നത് ഞാൻ മരിച്ചതായിരുന്നു എന്ന്. അപ്പൊ ഞാൻ ഇങ്ങനെ അമ്മച്ചിയോട് ആ വിഷയം പറയാൻ ഇടയായി. അപ്പൊ അമ്മച്ചി അന്നേരം പറഞ്ഞു, നീ അതുവരെയും ഞാൻ വിചാരിച്ച നീ ബോധം കെട്ട് കിടക്കുമായിരിക്കും എന്നാ വിചാരിച്ചേ, പക്ഷെ നിനക്കൊന്നും അറിയില്ലായിരുന്നു. അപ്പൊ എന്നെ കൊണ്ടുപോയത് ഒരു മുകളിലത്തെ വീട്ടിലെ ജീപ്പിലാണ്, ഞങ്ങൾക്ക് വണ്ടിയൊന്നുമില്ല. എന്നെ അവിടുത്തെ ജീപ്പില് കൊണ്ടുപോയപ്പോ ആ കൊണ്ടുപോയ പയ്യൻ പറയുവാ, മരിച്ച ശവം നടത്തിക്കൊണ്ട് പോയത് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ, അത്രയ്ക്കും ഇതായിട്ടാ ഞാൻ കൊണ്ടുപോയെന്ന് പറയാനിടയായി. അങ്ങനെ ദൈവം എന്നെ ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും തന്ന ആ ദൈവം എന്നെ ഇന്ന് വരെ നടത്തി. ഇന്ന് എൻ്റെ ഒരു മോള് UK-യിലായിരിക്കുന്നു, ഒരു മോള് ഫുജറയിലായിരിക്കുന്നു. രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞു, ഒരു കുടുംബമായിട്ട് അവിടെ ആയിരിക്കുന്നു. ഇളയ മോള് എൻ്റെ കൂടെയുണ്ട്. ദൈവം ഞങ്ങളെ അത്ഭുതകരമായിട്ട്, ഞങ്ങളെ നിന്ദിച്ച ദേശത്ത് ഞങ്ങളെ അത്ഭുതകരമായിട്ട് ദൈവം നടത്താനിടയായി. അതുപോലെ എൻ്റെ തലമുറയുടെ ജീവിതത്തിലും ഒത്തിരി അത്ഭുതങ്ങള്. ഈ മോള് UK-ക്ക് പോകാൻ നേരത്ത് കോവിഡിന്റെ ഏറ്റവും കൂടിയ സമയമായിരുന്നു. അപ്പോ എന്നോട് ഒരു ദൈവദാസൻ പറഞ്ഞു, അവൾ തിടുക്കത്തിൽ അവൾ കാര്യങ്ങൾ ചെയ്തെടുക്കും. അപ്പൊ ഇവള് IELTS എഴുതിയ പാസ്സാകൂല, ഒരു വിഷയത്തിന് പോകും. അപ്പൊ ഞാൻ ഇതിനു വേണ്ടി ഈ കോവിഡിന്റെ സമയത്ത് പവർ വിഷനിൽ മാത്രമേ ആരാധനയുള്ളൂ. ഞാൻ ഇങ്ങനെ അവിടെ ഇരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുകയും കരയുകയും ഒക്കെ ചെയ്തു. ഈ കൊച്ച് IELTS എഴുതുമ്പോൾ എല്ലാം ഒക്കെ ഏതെങ്കിലും ഒരു വിഷയം പോകും. അതിന് മാത്രം 6.5 ആവും. പക്ഷെ ബാക്കി എല്ലാത്തിനും 7.5ഉം 7ഉം ഒക്കെ കിട്ടുന്നുണ്ട്. അതെല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ്. അവസാനം ഇവൾ എന്നോട് പറഞ്ഞു, മമ്മി ഇനി ഞാൻ എഴുതുന്നില്ല, ദൈവത്തിന് പദ്ധതി ഇല്ലായിരിക്കും എന്നെ അയക്കാൻ. പക്ഷെ ദൈവം എന്നോട് ഒരു വാഗ്ദത്തം തന്നായിരുന്നു, മഞ്ഞ് വീഴുന്ന ദേശത്തെ ജോലിയോടുള്ള ബന്ധത്തിൽ ഞാൻ അവളെ അയക്കുമെന്ന്. അപ്പോ അവിടെ പോകുമെന്നും ഇവൾ MS നഴ്സിംഗ് പഠിക്കുമെന്നും എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോ ഞാൻ ഈ ദൈവദാസൻ പറഞ്ഞു, തിടുക്കത്തിലല്ലോ അവൾ കാര്യങ്ങൾ ചെയ്തെടുത്തെന്ന് പറഞ്ഞപ്പോ ഞാൻ ആ ദേവദാസനോട് പറഞ്ഞു, അവൾ IELTS എഴുതിയിട്ട് കിട്ടുന്നില്ല പാസ്റ്ററെ എന്ന് പറഞ്ഞപ്പോ പാസ്റ്റർ എന്നോട് പറഞ്ഞു, അവൾ IELTS പാസ്സാകാതെ ഇരിക്കും, ഇതൊന്നും എനിക്ക് അറിയണ്ട, ദൈവം എന്നോട് പറഞ്ഞു ഇങ്ങനെ തന്നെ, അതുകൊണ്ട് ഇത് എഴുതി വെച്ച് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോ ഈ പവർ വിഷൻ TV-യിൽ ഞാൻ ഈ ആരാധനയ്ക്ക് ഇരിക്കുമ്പോഴും അവിടെ ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോഴും എല്ലാം ഞാൻ ഇരിക്കുമ്പോഴെല്ലാം ഞാൻ ഇങ്ങനെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. ദൈവം അന്ന് അജിയമ്പോൾ പാസ്റ്ററിൽ കൂടെ ഒരു ദൂത് പറഞ്ഞു, തലമുറ പല പ്രാവശ്യം IELTS എഴുതിയിട്ടും എക്സാം എഴുതിയിട്ടും പാസ്സാകാതെ വെളിയിൽ പോകാൻ ആഗ്രഹിച്ചിട്ടും പോകാത്തത് കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന മാതാവ്, ഉപവാസത്തോടും പ്രാർത്ഥനയോടും ദൈവസേനയിൽ കരയുന്ന മാതാവിനോട് ദൈവം ഇങ്ങനെ പറയാൻ എന്നോട് പറയുന്നു. പറഞ്ഞു, ഇന്നേക്ക് 1 മാസത്തിനുള്ളിൽ ആ കുഞ്ഞ് വെളിയിലേക്ക് പോകുമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്ന് ഏറ്റെടുത്ത ആത്മാവിൽ ആരാധിക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്ന് ആത്മാവിൽ ആരാധിച്ച് ഉറക്കെ ദൈവത്തെ സ്തുതിച്ചു. കൃപയാൽ ഒരു മാസത്തിനുള്ളിൽ അവൾക്ക് പെട്ടെന്ന് അവൾക്ക് പോകാൻ വേണ്ടിയിട്ട് സ്റ്റുഡൻസ് വിസ പോകാൻ വേണ്ടി നോക്കിയപ്പോൾ അവർക്ക് അതിന് പൈസയില്ല. ഇവർക്ക് 3 പേർക്കും കൂടെ ഒരുമിച്ച് പോകണമെങ്കിൽ നല്ലൊരു പൈസയാവും. പൈസ ഇല്ലാത്തത് കൊണ്ട് ഇവര് മടിച്ചു നിന്നു. 1 മാസത്തിനുള്ളിൽ പോകാൻ പറ്റില്ല. പിന്നെയും ഏജൻസി വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എത്രയും പെട്ടെന്ന് പോകണം, അല്ലെങ്കിൽ ഇനി കോവിഡ് കൂടുതലായി എയർപോർട്ട് അടച്ചു കഴിഞ്ഞാൽ പോകാൻ പറ്റില്ല എന്ന്, പിന്നെ ഒരിക്കലും പെട്ടെന്ന് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ പിന്നെ ഇവര് മനസ്സോടെ പറഞ്ഞു. അവര് പറഞ്ഞു, ഞങ്ങൾക്ക് പൈസ ഇല്ല ഇപ്പൊ പെട്ടെന്ന് തരാൻ, അതുകൊണ്ടാണെന്ന് പറഞ്ഞപ്പോ ആ ഏജൻസി തന്നെ പറഞ്ഞു, അവര് മകളോടും മകനോടും പറഞ്ഞു, നിങ്ങൾക്ക് കൊടുക്കേണ്ട 34 ലക്ഷം രൂപ ഞങ്ങൾ ബാങ്കിൽ ഇട്ടോളാം, ഞങ്ങൾക്ക് 4.5 ലക്ഷം രൂപ പലിശ തന്നാ മതി എന്ന് പറഞ്ഞു. ദൈവം അങ്ങനെ ഒരു അത്ഭുതം ചെയ്യാനിടയായി. അന്ന് തന്നെ അതിനുള്ള പേപ്പറുകളൊക്കെ ശരിയാക്കി അവര് കൃത്യം 1 മാസം കൊണ്ട് തന്നെ പെട്ടെന്ന് ഇവർക്ക് മുമ്പ് പോകാൻ ഒരുങ്ങിയിരുന്നവരെക്കാട്ടി മുമ്പ് ഇവരെ UK-യിൽ ഇവര് ഡൽഹിന്ന് ഡൽഹിക്ക് പോയി. ഡൽഹിന്ന് ആണ് ഇവര് പോവാനായിട്ടിരുന്നത്. പക്ഷെ ബാംഗ്ലൂരിൽ നിന്ന് തന്നെ ഇവർക്ക് വിസ അടിച്ചു കിട്ടി. അവര് ബാംഗ്ലൂരിൽ നിന്ന് തന്നെ പോകാൻ വേണ്ടി റെഡിയായി ബാംഗ്ലൂരിൽ ചെന്നു. അവിടുന്ന് പോകുന്ന വഴി ഇവര് കേറുന്ന ഫ്ലൈറ്റ് പൊങ്ങിക്കഴിഞ്ഞാൽ ആ എയർപോർട്ട് അടയ്ക്കും.
ഇവരടുത്ത എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങും, അടുത്ത ഫ്ലൈറ്റിൽ കയറും, ആ എയർപോർട്ട് അടയ്ക്കും. അങ്ങനെ ഇവര് പെട്ടെന്ന് തന്നെ ഇവർ ആ എയർപോർട്ടുകൾ അടയ്ക്കുന്നതിന് തൊട്ട് മുന്നേ ലണ്ടൻ വരെ എത്താനിടയായി. ദൈവത്തിന്റെ അത്ഭുതകരം. അവിടെ അവള് 2 വർഷം പഠിച്ചു, MSc നഴ്സിംഗ് പഠിച്ചു. അപ്പൊ ഇവള് MSc പഠിക്കുന്ന കാര്യമൊക്കെ പറയുമ്പോ പറയുമായിരുന്നു, ഞാൻ പഠിക്കണില്ല, എനിക്ക് ഇനി BSc നഴ്സിംഗ് മാത്രം മതി എന്ന് പറയുമായിരുന്നു. അങ്ങനെ പക്ഷെ എന്തോ ദൈവം പറഞ്ഞ വാഗ്ദത്തം, MSc നഴ്സിംഗ് അവൾ പഠിക്കുമെന്ന് പറഞ്ഞ് ദൈവം പറഞ്ഞ വാഗ്ദത്തം അങ്ങനെ തന്നെ എന്റെ തലമുറയുടെ ജീവിതത്തില് ദൈവം നിർത്താനിടയായി. അവള് ഇപ്പോ ബാൻഡ് 6ന്റെ ഒരു കോഴ്സ് ചെയ്ത് അത് പാസ്സായി. അതിന്റെ അസൈൻമെന്റുകളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം പ്രത്യേകിച്ച് ദേവദാസനൊക്കെ പ്രാർത്ഥിക്കണം. ഇത് കേൾക്കുന്ന ദൈവമക്കളും ഞങ്ങളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ അത്ഭുതകരം ഞങ്ങളുടെ കുടുംബത്തിലെ അന്ന് മുതൽ ഇന്ന് വരെയും ദൈവം എന്നെ നടത്തി. ഞാൻ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. എനിക്ക് കൊളസ്ട്രോൾ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഒരു ദിവസം പെട്ടെന്ന് ഒരു ശ്വാസം മുട്ട് വന്നു. അപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നില്ല എന്ന് പറഞ്ഞിരുന്നപ്പോ ദൈവം എന്നോട് പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന വഴി ഡോക്ടർ പറഞ്ഞു, ഇത് ഒക്കെ ഭയങ്കര, ECGയിലൊക്കെ ഭയങ്കര വേരിയേഷൻ ആണ്, എക്കോയിലും വേരിയേഷൻ, ഉടനെ പോയിക്കോ, ആൻജിയോഗ്രാം ചെയ്യാൻ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു എന്റെ ഈ പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു, അങ്ങനെയൊന്നും പറഞ്ഞിരിക്കാനുള്ള സമയമില്ല, 6 ദിവസത്തെ മരുന്ന് തരും, അത് കഴിഞ്ഞിട്ട് അതിനു മുമ്പ് പോയിക്കൊള്ളണമെന്ന് പറഞ്ഞു. പക്ഷെ ഈ കോവിഡിന്റെ സമയം ആയതുകൊണ്ട് എനിക്ക് പോകാനും ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അവസാനം ഞാൻ തന്നെ അപ്പൊ ഞാൻ അന്ന് വരെ എൻ്റെ കയ്യിൽ RSBYയുടെ കാർഡ് ഉണ്ടായിരുന്നില്ല, അത് നഷ്ടപ്പെട്ടിരിക്കുമായിരുന്നു. പക്ഷെ ഞാൻ യാദൃശ്ചിയാൽ ഒരു പഴയ പേഴ്സ് എടുത്ത് നോക്കിയപ്പോ അതിൽ ഈ കാർഡ് ഇരിക്കുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് ഞാൻ പറഞ്ഞു, എന്നാ ഇതുള്ള ഹോസ്പിറ്റലിൽ പോകാന്ന് പറഞ്ഞ് മോനെ വിളിച്ച് വേഗം പറഞ്ഞ് അങ്ങനെ മോൻ എന്നെ അവിടെ കൊണ്ടുചെന്നപ്പോ കാരോത്തുകുഴി ആലുവ ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നപ്പോ അവര് പറഞ്ഞു, ഇത് ജനറൽ ഹോസ്പിറ്റലിൽ മാത്രമേ ഇതിന്റെ ആനുകൂല്യം കിട്ടുള്ളൂ ഇപ്പം, അതുകൊണ്ട് അങ്ങോട്ട് പോകണം, അവിടെ ഡേറ്റ് കിട്ടുമെന്ന് അറിയില്ല, വേഗം പോക്കോ, കോവിഡിന്റെ ടെസ്റ്റ് ചെയ്തിട്ട് വേഗം പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പോയി. അപ്പൊ എനിക്ക് നല്ല നെഞ്ചിൽ വേദനയുണ്ട്, നല്ല ഭാരമാണ്. എന്നാലും ഞാൻ ഇത് ടെസ്റ്റ് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ജനറൽ ഹോസ്പിറ്റലിലേക്ക് ചെന്നു. അവിടെ ഒരു ദേവദാസന്റെ ആന്റി ഉണ്ടായിരുന്നു, ആ ആന്റി ഹെഡ് നേഴ്സ് ആയിരുന്നു അവിടെ. ആന്റി പറഞ്ഞ് ഡോക്ടറെ ബുക്ക് ചെയ്തിരുന്നു. ഞാൻ ചെന്ന വഴി ഡോക്ടർ പറഞ്ഞു കാത്ത് ലാബിലേക്ക് നേരെ പോയിക്കൊള്ളാൻ പറഞ്ഞു. പെട്ടെന്ന് തന്നെ ഞാൻ പോയി. എന്നെ പിറ്റേ ദിവസം, പക്ഷെ ആ കാത്ത് ലാബിലേക്ക് ഞാൻ കയറാൻ നേരത്തെ ദൈവം എന്നോട് പറഞ്ഞു, ഇന്ന് രാത്രി പ്രയാസം ഉണ്ടാകും, വിഷമിക്കരുതെന്ന് പറഞ്ഞു. അന്ന് രാത്രി എൻ്റെ ഹാർട്ട് ബീറ്റ് ഒക്കെ കുറഞ്ഞ് ഭയങ്കരമായ ഒരു വിഷമം എനിക്ക് വന്നു. എനിക്ക് മിണ്ടാൻ പോലും പറ്റാത്ത അവസ്ഥ വന്നു. തൊട്ടടുത്ത് ബെഡിൽ കിടന്ന ആളോട് ഞാൻ പറഞ്ഞു, ആ സിസ്റ്ററെ ഒന്ന് വിളിക്ക് എന്ന് പറഞ്ഞ മാത്രമേ ഉള്ളൂ. സിസ്റ്റർ വന്ന് എനിക്ക് ഇഞ്ചക്ഷൻ ഒക്കെ തന്ന് എനിക്ക് ഒത്തിരി, അത് കാരണം പെട്ടെന്ന് തന്നെ പിറ്റേ ദിവസം രാവിലെ എന്നെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാനിടയായി. ദൈവം അവിടെയും എൻ്റെ കയ്യിൽ ഒരു പൈസ ഇല്ലായിരുന്നെങ്കിലും ദൈവം എനിക്ക് അവിടെ ഒരുക്കി തന്നു. ഒരു പൈസ പോലും മുടക്കാതെ, ഇന്ന് 1.5 ലക്ഷം രൂപയൊക്കെ മുടക്കി ചെയ്യേണ്ട സ്ഥാനത്ത് ദൈവം എന്നെ ഒരു പൈസ പോലും മുടക്കാതെ എല്ലാം ഫ്രീ ആയിട്ട് ആ കാർഡിൽ കൂടി തന്നെ ദൈവം എന്നെ നടത്തുവാനിടയായി. 5 വർഷം കഴിഞ്ഞു. ദൈവം എന്നെ കൃപയോടെ നടത്തുന്നു. അതുപോലെ എൻ്റെ തലമുറയാണെങ്കിലും ഞാൻ ആഗ്രഹിച്ചതിലും നനച്ചതിലും അപ്പുറമായിട്ട് ദൈവം അവരെ നടത്താനിടയായി. അവര് പഠനം കഴിഞ്ഞിട്ട് അധികം നാളൊന്നും വീട്ടിലിരിക്കേണ്ടി വന്നില്ല. പെട്ടെന്ന് തന്നെ അവർക്ക് ഒരു ലോൺ എടുത്താണ് പഠിച്ചത് ബാങ്കിൽ നിന്ന്. പക്ഷെ അതൊക്കെ പെട്ടെന്ന് അടയ്ക്കാനും തക്ക രീതിയിൽ ഉള്ള വഴികൾ ദൈവം തുറന്നു തന്നു. അത്ഭുതകരമായിട്ട് ദൈവം എന്നെ ഇന്ന് വരെയും നടത്തി. ഞങ്ങള് ഇന്ന് പുല്ലുവഴി സഭയില് അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ സഭയില് ഞങ്ങൾ കൂട്ടായ്മയിൽ ആയിരിക്കണം. ദൈവം അവിടെയും ഞങ്ങളെ നിർത്തുന്നു. അതുപോലെ ഞങ്ങൾ ഏതെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടി ഭാരപ്പെട്ടോ അവിടെയെല്ലാം ദൈവത്തിന്റെ ശബ്ദം കേൾക്കാനും ദൈവത്തിന്റെ വചനത്തിൽ കൂടെ എന്നോട് സംസാരിക്കുകയും ദൈവം ഇടപെടും. അതെല്ലാം പക്ഷെ പലപ്പോൾ ആദ്യമൊന്നും എനിക്കിത് ദൈവശബ്ദമാണെന്ന് തിരിച്ചറിയാൻ അറിവുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ അതിനുശേഷം ഈ കൽപ്പന അനുസരിച്ച് വിശ്വാസത്തിലേക്ക് വന്ന് കൂട്ടായ്മ കൂടിയതിന് ശേഷമാണ് എനിക്ക് ഇത് ദൈവമാണ് എന്നോട് സംസാരിക്കുന്നതെന്ന്. ചിലയിടത്തൊക്കെ ആത്മഹത്യ, ദുർമരണങ്ങളൊക്കെ നടക്കേണ്ടതൊക്കെ ദൈവം എന്നെ കാണിച്ചു തരും. ഞാൻ രാത്രി അത് കാണുമ്പോൾ തന്നെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ പല ഭവനത്തിൽ നിന്നും അനർത്ഥങ്ങൾ മാറിപ്പോകാൻ ഇടയായിട്ടുണ്ട്. ദൈവം എന്നെ അത് കാണിച്ചു തരും. അങ്ങനെ തന്നെ ദൈവത്തോട്, കർത്താവെ, ഞാൻ പാർക്കുന്ന ദേശത്ത് ഒരു ആത്മഹത്യ നടക്കരുത്, അങ്ങനെ
ഇങ്ങനെ പ്രാർത്ഥിക്കും. ഞാൻ പാർത്ത ദേശമാണെങ്കിൽ പോലും, ഞങ്ങളുടെ പിതൃഭവനം ഉള്ള ദേശമാണെങ്കിൽ പോലും എനിക്ക് വളരെ പ്രതികൂലമായിരുന്നു ആ ദേശം. കാരണം പറഞ്ഞാൽ ഞങ്ങൾ ആരാധിക്കുമ്പോൾ ഒക്കെ ആൾക്കാർ പുറകത്തോ റോഡിൽ നിന്ന് കൂവുകയൊക്കെ ചെയ്യുമായിരുന്നു. ഞങ്ങള് റോഡിൽ കൂടെ പോകുമ്പോ ഒക്കെ കളിയാക്കുകയൊക്കെ ചെയ്യായിരുന്നു. പക്ഷെ എനിക്കൊരൊറ്റ ആഗ്രഹം ഉണ്ടായിരുന്നു, കർത്താവേ, ഞാന് ദൈവം എന്നെ അനുഗ്രഹിച്ച് കഴിയുമ്പോ, എന്നെ ദൈവം അനുഗ്രഹിച്ച് കഴിയുമ്പോ, ദൈവമേ, എനിക്ക് ഈ ദേശത്ത് ഈ പള്ളിയുടെ താഴെ നിന്ന് കർത്താവിന് സാക്ഷിയായിട്ട് ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങൾ എനിക്ക് വിളിച്ചു പറയണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു. ദൈവദാസൻ ഇങ്ങനെ ഒരു വഴി എനിക്ക് വേണ്ടി തുറന്നു തന്നപ്പോ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. കാരണം പറഞ്ഞാൽ ഞാൻ അവിടെ ആ ദേശത്ത് നിന്ന് പറയുമ്പോൾ, കവലയ്ക്ക് നിന്ന് പറഞ്ഞാൽ കുറച്ച് പേരെ കേൾക്കുള്ളല്ലോ. ഞാൻ ഇന്നിങ്ങനെ ചിന്തിക്കാനിടയായി, ഞാൻ ഈ ഇതിലൂടെ പറയുമ്പോൾ ലോകത്തെവിടെയും ഉള്ള തകർന്നിരിക്കുന്നവരുടെ മുറിവുകളെ കേട്ടാൽ ഇതൊരു അനുഗ്രഹമായി തീരണമെന്ന് പ്രാർത്ഥിക്കുവാനിടയായി. എന്നെ ദൈവം അതുപോലെ ദൈവം എന്നെ ഇന്ന് വരെയും നടത്തി. ആ ദൈവം നടത്തിയ വിധങ്ങൾ ഓർക്കുമ്പോ എത്ര സ്തുതിച്ചാലും മതി വരില്ല. ദൈവത്തിന് മഹത്വം. ആമേൻ, ഹല്ലേലൂയ. അതുപോലെ തന്നെ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു, എനിക്ക് ജനത്തോട് എന്നെ ദൈവം നടത്തിയത്. എൻ്റെ തലമുറയുടെ, ഞാൻ ഈ ഒരു ഭവനമില്ലാതെ ഭാരപ്പെട്ടു. ദൈവം എന്നോട് പറഞ്ഞു, ഒരു കുഴിക്കാത്ത കിണറും നടാത്ത മുന്തിരിത്തോട്ടവും പണിയാത്ത വീടും ഭൂമിയിൽ അവകാശമായി തരുമെന്ന്. ആ ദൂത് കേട്ട അന്ന് മുതൽ ഞാൻ 15 വർഷം ദൈവസന്നിധി പ്രാർത്ഥിച്ചു. ദൈവം പറഞ്ഞ വാഗ്ദത്തമാണല്ലോ, കർത്താവേ, എനിക്കൊരു ഭവനം വേണം, എനിക്ക് ഭവനം പണിയാൻ കഴിവില്ല. അങ്ങനെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 2022 ദൈവം ഞങ്ങൾക്ക് ഒരു ഭവനം തരുവാനിടയായി പുല്ലുവഴിയുടെ ദേശത്ത്. അല്ലെങ്കിൽ ഞങ്ങൾ 6 കിലോമീറ്റർ പോയിട്ടായിരുന്നു പുല്ലുവഴിയിൽ ആരാധനയ്ക്ക് പോകുന്നത്. പക്ഷെ എന്നാൽ ആലയത്തോട് ചേർന്ന് തന്നെ ഞങ്ങൾക്ക് ഒരു 5 സെന്റ് സ്ഥലവും ഒരു വീടും, ഒരു ദൈവദാസൻ, ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവദാസൻ പണി കഴിപ്പിച്ച വീടോ ദൈവമക്കൾ പാർത്ത വീടോ എനിക്ക് മതിയെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവം അപ്രകാരം തന്നെ ഒരു ഭവനം ദൈവം ഞങ്ങൾക്ക് ഒരുക്കി തരുവാനിടയായി. സന്തോഷത്തോടെ അതിൽ പാർക്കുവാനും, കുഞ്ഞുങ്ങളുടെ സാലറിയിൽ ലോൺ എടുത്ത, എൻ്റെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ല. എന്നോട് ഒരു ദേവദാസൻ ചോദിച്ചു, ഒരു പൈസ പോലും ഇല്ലാതെയാണോ വീട് മേടിക്കാൻ നടക്കണേ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, യഹോവ എനിക്ക് വേണ്ടി കരുതും എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അതൊക്കെ കരുതൂന്നും പറഞ്ഞിരുന്നാ മതി, കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഡ്വാൻസ് കൊടുക്കാം. ഞാൻ പറഞ്ഞു, ഇല്ല, ദൈവം എനിക്ക് വേണ്ടി കരുതുമെന്ന് ഞാൻ പറഞ്ഞു. അത് അത്ഭുതകരമായിട്ട് ഞങ്ങൾ ഒരു പൈസ പോലും അഡ്വാൻസ് കൊടുക്കാതെയാണ് ആ ഭവനത്തിന് വാക്ക് പറഞ്ഞത്. പക്ഷെ ദൈവം എൻ്റെ കുഞ്ഞുങ്ങളിലൂടെ അത് ലോണായിട്ട് തരുവാനിടയായി. ദൈവം അങ്ങനെ അത്ഭുതങ്ങളുടെ ദൈവമായിട്ട് ഇന്നുവരെയും ഞങ്ങളെ നടത്തുന്നു. എന്നോട് ആ ദൂത് പറഞ്ഞ ദൈവദാസൻ മരിക്കുന്ന അന്ന്, നിത്യതയിൽ ചേർക്കപ്പെടുന്ന അന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോ ദൈവം എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഈ വീടിന്റെ ആ ദൂത്, പണിയാത്ത വീട്, കെട്ടിയടയ്ക്കപ്പെട്ട തോട്ടം, മുദ്രയിട്ട കിണറ്, ഈ ദേവദാസൻ എന്നോട് അന്ന് പറഞ്ഞായിരുന്നു, ഇത് എഴുതി വെച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ആ ദേവദാസൻ മരിച്ചത് ഞാൻ അറിഞ്ഞില്ല. അന്ന് രാവിലെ മരിച്ചു, പക്ഷെ ഞാൻ അറിഞ്ഞില്ല. പക്ഷെ അന്ന് ഈ ദൂത് ദൈവം എന്നെ ഓർപ്പിച്ചപ്പോ ഞാൻ പറഞ്ഞു, സണ്ണിച്ചായൻ പറഞ്ഞ വാചകമാണല്ലോ ദൈവം എന്നെ ഓർപ്പിച്ചത് എന്ന് പറഞ്ഞു. പക്ഷെ ദൈവം എന്നോട് പറഞ്ഞു, ദൂത് പറഞ്ഞ ദേവദാസൻ മരിച്ചു പോകും, ലോകത്തിൽ നിന്ന് നീങ്ങിപ്പോകും. പക്ഷെ ആ ദൈവദാസനെ കൂടെ കർത്താവ് പറഞ്ഞ ആലോചന അങ്ങനെ തന്നെ നിവൃത്തിയാകുമെന്ന് പറഞ്ഞു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ ദൈവദാസൻ മരിച്ചു എന്ന് വേറൊരു സഹോദരി എന്നെ വിളിച്ചു പറയാനിടയായി. ദൈവം അങ്ങനെ പറഞ്ഞ വാഗ്ദത്തങ്ങളെല്ലാം എൻ്റെ തലമുറയുടെ ജീവിതത്തിൽ തരുവാനിടയായി. ഞാൻ ചിന്തിക്കാത്ത നിലയിൽ ദൈവം എന്നെ നടത്തി. ഇന്ന് വരെയും അത്ഭുതകരമായിട്ട് ദൈവം നടത്തി. ഈ ദൈവത്തെ എന്നേക്കും മഹത്വവും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഒരു വാക്ക് പ്രേക്ഷകർക്ക് വേണ്ടി, ഈ ടിവിയുടെ സ്ലോട്ടിലായിരിക്കുന്ന ദൈവമക്കൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവേ, അനുഗ്രഹമേറിയ ഈ വൈകിയ വേളയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ സൂമിലൂടെ കേൾക്കുന്ന അടിയന്റെ സാക്ഷ്യം കേട്ട എല്ലാ ദൈവമക്കളെയും അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം, സ്തോത്രം. അവരുടെ കുടുംബ ജീവിതം തകർന്നു പോയവര്, കർത്താവേ, സ്തോത്രം, തലമുറയുടെ വിഷയത്തിൽ ഭാരപ്പെടുന്നവര്, കർത്താവേ, സ്തോത്രം, ഹല്ലേലൂയ, വിവാഹപ്രായമായവര്,
പ്രിയപ്പെട്ടവരെ എല്ലാം ഞങ്ങൾ ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഏത് മനോഭാരത്തോടെ ആയിരിക്കുന്ന മക്കളെയും ദൈവകരത്തിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ സാക്ഷ്യം അവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാക്കി ദൈവമേ, ആ തകർന്ന ഹൃദയങ്ങളുടെ മുറിവുകളെ കെട്ടുവാൻ ദൈവമേ സ്തോത്രം, നിരാശയിലായിരിക്കുന്നവർക്ക് ഉറപ്പും ധൈര്യമുള്ളവരായി തീരുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെ കർത്താവെ അധികമായി അനുഗ്രഹിക്കണമേ. തുടർന്നും കർത്താവെ, ഞങ്ങളെ കർത്താവിന്റെ ചിറകടി മറച്ചു പരിപാലിക്കണമേ. കർത്താവെ, കോഴി തന്റെ കുഞ്ഞിനെ മറയ്ക്കുന്നത് പോലെ, കഴുകൻ തന്റെ കുഞ്ഞിനെ ചിറകിന്മീതെ വഹിക്കുന്നത് പോലെ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ വഹിച്ച ദൈവമായിരിക്കുക. സ്തോത്രം. കർത്താവെ, ആപത്തുകളിൽ നിന്ന് അനർത്ഥങ്ങളിൽ നിന്ന് എല്ലാം കർത്താവെ അങ്ങയുടെ മക്കളെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയും മറയ്ക്കണം. കർത്താവെ, ദൈവദാസനെയും കുടുംബത്തെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവദാസനെയും കുടുംബമായി ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എന്നും വാഴുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. 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 താങ്ക് യു പ്രിയ ഗ്രേസി ആൻറ്റി. ഇത്രത്തോളം സമയം ദൈവനാമ മഹത്വത്തിന് വേണ്ടി ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് അരോമ TV പ്രേക്ഷകരോട് പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തതോർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. ദൈവം നടത്തിയ അത്ഭുതകരമായ ഒരുപാട് അനുഭവങ്ങളുടെ ഓർമ്മകൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പറയുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. ഈ സാക്ഷ്യം ഒരുപാട് പേരുടെ ജീവിതത്തിൽ ആശ്വാസവും പ്രത്യാശയും വിശ്വാസവും വർദ്ധിക്കുവാൻ മുഖാന്തരമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രിയ കർത്താവിൻ്റെ ദാസിയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ വ്യത്യസ്തമായ തലങ്ങളിലൂടെ ഒരുപാട് അനുഭവിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നല്ലോ. അതിനുവേണ്ടി ഒരുപാട് വില കൊടുക്കുവാൻ ഇടയായി തീർന്നു. അനവധി കഷ്ടങ്ങളെ കാണുമാറാക്കി എങ്കിലും അതിൽ നിന്നൊക്കെയും കർത്താവ് വിടുവിച്ച് കൂടെയിരുന്ന ആ ദൈവത്തിൻ്റെ കരുതലിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പിന്നെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ കർത്താവിന് വേണ്ടി ഏറെ സാക്ഷ്യം ആമേൻ പ്രസ്താവിക്കുവാൻ കർത്താവ് അവസരങ്ങളെ ഒരുക്കട്ടെ. മക്കൾ, മരുമക്കൾ, ചെറുമക്കൾ, തലമുറകൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അരോമ TV പ്രേക്ഷകർക്കും ഈ സാക്ഷ്യം ഒരു വേറിട്ട അനുഭവമായി തീർന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിശേഷം പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് സംബന്ധിക്കുവാനുള്ള അവസരമുണ്ട്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com